ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് ദൈവത്തെ പാടി സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും അവിടുത്തെ വചനം ധ്യാനിക്കുവാനും ഒക്കെ സ്വർഗത്തിലെ ദൈവം തന്ന നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. കടന്നു വന്നിട്ടുള്ള പ്രിയ സഹോദരങ്ങളെല്ലാം ഞാൻ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന ആ വിഷയത്തിലേക്ക് തന്നെ നമ്മുടെ ചിന്തയെ കൊണ്ടുപോകാം. അതായത് സമാഗമന കൂടാരവുമായി ബന്ധപ്പെട്ടൊരു പഠനത്തിലാണ് നമ്മൾ ഏർപ്പെട്ടിരുന്നത്. എന്നാൽ ഇടയ്ക്ക് മറ്റു പല സബ്ജക്റ്റുകളും ഒക്കെ കയറി വരും. അപ്പോൾ അതിൽ നിന്ന് പതിയെ നമ്മൾ വഴുതിപ്പോവും. എന്നാൽ വീണ്ടും നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് തന്നെ മടങ്ങി വരികയാണ്. പുറപ്പാട് ദിവസം 25-ാം അധ്യായത്തിലാണ് ടാബർനാക്കിളുമായി ബന്ധപ്പെട്ട പഠനം ആരംഭിക്കുന്നത് തന്നെ. അതിൻ്റെ ആദ്യത്തെ പാരഗ്രാഫ് എന്ന് പറയുന്നത് ഈ കൂടാരത്തിന്റെ നിർമ്മിതിക്ക് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് അത് കൊണ്ടുവരുന്ന കാര്യം പറയുന്ന കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. അതിൻ്റെ ഒടുവിലേക്ക് വരുമ്പോൾ വലിയവനായ ദൈവം മോശ വഴി ഇസ്രായേലിനോട് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ നടുവിൽ വസിക്കേണ്ടതിന് നിങ്ങൾ ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. തിരുനിവാസം അതിൻ്റെ ഉപകരണങ്ങളൊക്കെ പർവ്വതത്തിൽ വെച്ച് കാണിച്ചു തന്ന മാതൃക പ്രകാരം തന്നെ നിർമ്മിക്കേണ്ടതുണ്ട്. അതായത് ഇതിൻ്റെ മാതൃകയും കാര്യങ്ങളും സ്കെച്ചും പ്ലാനും എല്ലാം പർവ്വതത്തിൽ വെച്ച് മോശയ്ക്കാണ് കൊടുത്തത്. മോശയോട് തന്നെയാണ് പറയുന്നത്, കൂടാരം ചമയ്ക്കണം, അത് തന്നിരിക്കുന്ന അളവിനനുസരിച്ച് മാത്രമായിരിക്കണം, അത് അളവ് തെറ്റാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ മോശയെ തന്നെയാണ് പറഞ്ഞ് ഭരമേൽപ്പിച്ചിരിക്കുന്നത്. മോശ അത് ജനത്തോടും പങ്കുവെച്ചു. അങ്ങനെ കൂടാരത്തിന്റെ പണി ആരംഭിക്കുകയാണ്. പുറപ്പാട് ദിവസം 25-ാം അധ്യായത്തിന്റെ 2-ാമത്തെ പാരഗ്രാഫ് ആരംഭിക്കുന്നത് 10-ാമത്തെ വാക്യം മുതലാണ്. ഏതാണ്ട് ഒരു 22-ഓ 23-ഓ വരെയൊക്കെ വരുന്ന ആ ഭാഗത്താണ് പെട്ടകത്തിന്റെ നിർമ്മിതിയെ കുറിച്ച് പറയുന്നത്. പെട്ടകം അഥവാ ആർക്ക്. അങ്ങനെ പെട്ടകത്തെ കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു പോയിരുന്നു. 2-3 ആഴ്ച അതുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു പോയി. അതായത് 10ഉം 11ഉം വാക്യം മാത്രമാണ് നമ്മൾ ചിന്തിച്ചതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പെട്ടകം കതിരമരം കൊണ്ടാണ് ഉണ്ടാക്കേണ്ടത്. അങ്ങനെ ഉണ്ടാക്കുന്ന ആ ഉടൻ ബോക്സ്, അകം പൊള്ളയായിട്ടുള്ള ആ ഒരു ബോക്സ് രൂപത്തിലുള്ള അത് തനി തങ്കം കൊണ്ട് കവർ ചെയ്യേണ്ടതുണ്ട്. അതിലെ മരത്തിന്റെ പണികളൊന്നും പുറത്തു കാണാതെ വണ്ണം തനി തങ്കം കൊണ്ട് അഥവാ പ്യുവർ ഗോൾഡ് കൊണ്ട് അതിനെ കവർ ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മുൻപോട്ട് വന്നപ്പോഴാണ് യേശുക്രിസ്തുവിന്റെ ദൈവത്വവും മനുഷ്യത്വവും അവിടുത്തെ ഡിവിനിറ്റിയും ഹ്യൂമാനിറ്റിയും ഒക്കെ പറഞ്ഞ് നമ്മൾ മുൻപോട്ട് വരികയായിരുന്നു. പഴയ നിയമ കാലഘട്ടത്തില് അവിടെ മരം മറഞ്ഞിരിക്കുകയാണ്. അതായത് തൻ്റെ മനുഷ്യത്വം, ഹ്യൂമാനിറ്റി അവിടെ മറഞ്ഞിരിക്കുകയാണ്. അവിടെ ഹ്യൂമാനിറ്റി മറഞ്ഞിരിക്കുന്നു, ഡിവിനിറ്റിയാണ് വെളിപ്പെടുന്നത്. അതേസമയം നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ബത്ലഹേം നമ്മൾ കണ്ണാലെ കാണുകയാണ്. അവിടെ ഡിവിനിറ്റി മറഞ്ഞിരുന്നിട്ട് ഹ്യൂമാനിറ്റി വെളിപ്പെടുകയാണ്. ഇതൊക്കെ ചേർത്ത് വെച്ച് പഠിക്കേണ്ടത് വളരെ അനിവാര്യമായ കാര്യമാണ് വിശുദ്ധന്മാര്. എന്നാൽ ഈ കാലഘട്ടത്തില് ശുശ്രൂഷകന്മാരും വിശ്വാസികളും ഒന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രസംഗിക്കാനും കേൾക്കാനും ഉത്സാഹികളല്ലെന്നുള്ളതാണ് സത്യം. നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രസംഗിച്ച് ആ മെസ്സേജ് യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെയോ ആളുകൾ തിരിച്ചറിയുന്നുണ്ട് ഇതിൻ്റെ ഉള്ളടക്കം ഇന്നതായിരിക്കും. ഇതിനകത്ത് പെട്ടകത്തെക്കുറിച്ചും അതുപോലെ ക്രിസ്തുവിൻ്റെ ഡിവിനിറ്റിയും ഹ്യൂമാനിറ്റിയും ഒക്കെ ആയിരിക്കും പറയുന്നത്. നമുക്കത് തുറക്കണ്ട, നമുക്കതിൻ്റെ സൈഡിൽ കൂടെ പോയേക്കാം. ഇതേ ഞാൻ തന്നെ അടുത്ത ദിവസം എന്തെങ്കിലും പൊളിറ്റിക്സിനെ കുറിച്ചോ അല്ലെങ്കിൽ ഉന്തും തള്ളും ഉണ്ടാക്കിയ കാര്യമൊക്കെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ 2000, 3000, 4000, 5000 ആളുകൾ അത് കേൾക്കും. അപ്പൊ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്? ഒരേ ഞാൻ തന്നെയാണ് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ഈ 2 മെസ്സേജും പ്രസംഗിക്കുന്നത്. ഇവിടെ ക്രിസ്തുവിനെ കുറിച്ചുള്ള ആഴമേറിയ കാര്യങ്ങൾ പറയുന്നത് കേൾക്കാൻ ആളില്ല. അതേസമയം പെന്തക്കോസ് ലോകത്തുള്ള ഏതെങ്കിലും ഉപദേശി എന്തെങ്കിലും പറഞ്ഞതോ ഉപദേശ പെശകോ വചനവിരുദ്ധമായ കാര്യങ്ങളോ ഒക്കെ ആയിരിക്കാം. അതിനെ നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ പോസിറ്റീവായിട്ട് കേൾക്കാനും നെഗറ്റീവായിട്ട് കേൾക്കാനും ഒക്കെ ആളുകൾ ധരിച്ചുകൂടും. എനിക്കിതൊക്കെ വിസ്മയം തന്നെയാണ്. ഒരു സമയത്ത് ഞാൻ ഈ വചനത്തിന്റെ ആഴങ്ങളൊക്കെ അറിയാനും കേൾക്കാനും ഒക്കെ പരക്കം പാഞ്ഞ് നടന്ന ആളാണ്. അന്നൊന്നും എങ്ങും കണ്ടു കിട്ടിയില്ല. എന്നാൽ മഹാദൈവത്തിന്റെ കൃപയാൽ ഈ കാര്യങ്ങളെയൊക്കെ വഴിയിൽ അല്പാൽപമായിട്ട്, അല്പം മാത്രം നമുക്ക് തുറന്നു കിട്ടി. ആ തുറന്നു കിട്ടിയ കാര്യങ്ങളാണ് വിശുദ്ധന്മാരുമായിട്ട് നമ്മൾ പങ്കുവെക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പങ്കുവെക്കുമ്പോൾ ഉള്ളിലുണ്ടാകുന്ന ഒരു ആനന്ദം ഭയങ്കരമാണ്. അതേസമയം ഈ മറ്റു കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് ആനന്ദമല്ല ഉണ്ടാകുന്നത്. അത് ഞാൻ ഇന്നലത്തെ മെസ്സേജിലും പറഞ്ഞിരുന്നു. വളരെ സീനിയർ ആയിട്ടുള്ള പാസ്റ്റേഴ്സ് അവരുടെ നേരമ്പോക്കുകളും അവർ പറയുന്ന മണ്ടത്തരങ്ങളെയൊക്കെ ഒരളവിൽ പറഞ്ഞ ക്രിട്ടിസൈസ് ചെയ്യുന്നതാണല്ലോ നമ്മൾ. അവരുടെ ആ ആശയങ്ങളെയൊക്കെ ഖണ്ഡിച്ചുകൊണ്ടൊക്കെ പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ അത് സന്തോഷമല്ല കൊണ്ടുവരുന്നത്. അവിടെ ഒരു വേദനയുണ്ട്, ഒരു നോവുണ്ട്.
കാരണം അവരൊക്കെ വളരെ സീനിയർ പാസ്റ്റേഴ്സ് ആണ്. കാലങ്ങൾക്ക് മുമ്പ് അവർ ഈ ശുശ്രൂഷയ്ക്ക് ഇറങ്ങി നിൽക്കുന്ന ആളുകളാണ്, റെസ്പെക്ട് ചെയ്യേണ്ട ആളുകളാണ്. പക്ഷെ എന്ത് ചെയ്യാൻ, നമ്മൾ റെസ്പെക്ട് മാത്രമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കുള്ള പ്രിയപ്പെട്ടവരും മറ്റുള്ളവരും ഒക്കെ ചിലപ്പോൾ വഴുതിപ്പോവും. അവിടെയാണ് മോശ പറഞ്ഞ ആ വാക്കുകളുടെ പ്രസക്തി വരുന്നത്. യഹോവയുടെ പക്ഷത്തുള്ളവർ ഇങ്ങ് നീങ്ങി നിൽക്കാൻ. ആരും അങ്ങ് നീങ്ങി നിന്നില്ല, ലേവി മാത്രം നിന്നു. അപ്പൊ അതുകൊണ്ട് ലേവിക്ക് പിന്നീട് കിട്ടിയ റിവാർഡ് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജിൽ ഞാനൊരു സൂചന പറഞ്ഞു. ഇതുപോലൊരു മനുഷ്യനായിരുന്നു പത്രോസ്. പുള്ളി എടുത്തിയാട്ടക്കാരനായിരുന്നു. പുള്ളിയുടെ വകയിൽ ഏതോ ഒരു സ്വന്തത്തിൽപ്പെട്ട ആളാ ഞാനും എന്ന്. ഞാനും അത്യാവശ്യം അങ്ങനെയൊക്കെ എടുത്തിയാടുന്ന ആളാണ്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ സീനിയർ പാസ്റ്റർമാരൊക്കെ ആയിട്ട് എനിക്ക് വളരെ അടുപ്പവും ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള ഞാൻ സൂചിപ്പിച്ചല്ലോ. അപ്പൊ അങ്ങനെയുള്ള ആളുകള് തെറ്റായ കാര്യമായിരിക്കാം പറഞ്ഞതെങ്കിൽ പോലും അങ്ങ് മൗനമായിരുന്നാ മതി. നമ്മൾ എന്തിനാ ആവശ്യമില്ലാത്തതിലൊക്കെ തലയിടാൻ പോകുന്നത്? ആളുകൾ എംപിയോ MLA മന്ത്രിയോ എന്നാ കുന്തോങ്കിലും ആകട്ടെ, പോയാൽ അവർക്ക് പോകും. അങ്ങനെ അങ്ങ് ചിന്തിച്ചാൽ മതി. പക്ഷെ അങ്ങനെ അങ്ങ് ചിന്തിക്കാനായിട്ട് പറ്റുന്നില്ല സഹോദരങ്ങളെ. അതെന്താണോ അങ്ങനെ ഒന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല. പകരം ഒരു ശബ്ദമായിട്ട്, പകരം നമ്മൾ നിൽക്കുന്ന സമൂഹത്തിലെ ഒരു നിശബ്ദമായ ശബ്ദമായിട്ട് വെളിപ്പെട്ടു വരികയാണ്. മനഃപൂർവ്വമല്ല പലതും, അതങ്ങനെ സംഭവിച്ചു പോവുകയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞത്, ഈ മഹത്തരമായ പഠനങ്ങളും കാര്യങ്ങളും ഒന്നും ആളുകൾക്ക് അത്ര താല്പര്യമില്ല. പകരം മറ്റു കാര്യങ്ങളാണെങ്കിൽ അവര് വളരെ തൽപരരാണ്. അപ്പോൾ പെട്ടകത്തെ കുറിച്ചാണല്ലോ നമ്മൾ പറയുന്നത്. പെട്ടകം കതിരമരം കൊണ്ടാണ്, അകത്തും പുറത്തും പൊന്നു പൊതിഞ്ഞിരിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അന്ന് സൂചിപ്പിച്ച ഒരു കാര്യം ഞാൻ ഒരിക്കൽ കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ശേബാരാജ്ഞിയുമായി ബന്ധപ്പെട്ട് ശലോമോനെ കുറിച്ച് പറഞ്ഞ കാര്യം. അതായത് 1 രാജാക്കന്മാർ 10-ാം അധ്യായത്തിന്റെ 6-7 വാക്യത്തിലാണ് ആ കാര്യങ്ങളെ കിടക്കുന്നത്. ശേബാരാജ്ഞി ശലോമോന്റെ മുമ്പിൽ വരുമ്പോൾ പറയുന്നുണ്ട്, നിന്നെക്കുറിച്ച് ഞാൻ കേട്ടിരുന്നത് പൂർണ്ണമായും വിശ്വസിച്ചിരുന്നില്ല. എന്നാല് മുഖതാവിൽ വന്ന് കണ്ടപ്പോഴാണ് കേട്ടതിലും അപ്പുറമാണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന്. ഞാൻ കേട്ടതുപോലെയൊന്നും അല്ല, അതിലപ്പുറമാണ്, അത്ര മഹത്തരമാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ഈ മാർഗത്തിൽ ചുവടുവെച്ച് തുടങ്ങിയ സമയത്ത് നമ്മൾ എത്ര പരിമിതമായ ബോധ്യങ്ങളും അറിവുകളും ഉള്ളവരായിരുന്നു. എന്നാല് ദൈവത്തിന്റെ കൃപയാല് മുൻപോട്ട് വന്ന സമയത്ത് അവിടുന്ന് നമ്മളെ എന്തെല്ലാം കാര്യങ്ങളാണ് ധരിപ്പിക്കുന്നത്. നമ്മുടെ കയ്യിലിരിക്കുന്ന പുസ്തകത്തിന് 2 ഭാഗങ്ങളുണ്ട്, പുതിയ നിയമമെന്നും പഴയ നിയമമെന്നും. ഒരു സമയത്ത് നമുക്ക് ഈ കാര്യങ്ങളെ കുറിച്ച് അത്ര ഗ്രാഹ്യം ഉണ്ടായിരുന്നില്ല. പഴയ നിയമത്തിൽ കുറച്ച് രാജാക്കന്മാരുടെ കാര്യം, ഇസ്രായേലിന്റെ കാര്യവും പിന്നെ യുദ്ധത്തിന്റെ കാര്യവും, അങ്ങനെ പലതും, അവിടെ മൃഗങ്ങളെ ബലിയർപ്പിക്കുന്ന കാര്യം എന്ന് വേണ്ട, ഒത്തിരി കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. അതിന്റെ ഒന്നും ഡെപ്ത് നമുക്ക് മനസ്സിലായിരുന്നില്ലെന്നുള്ളതാണ് വാസ്തവം. എന്നാല് മുൻപോട്ടുള്ള യാത്രയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി. പിന്നെയും മുൻപോട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ പഴയ നിയമത്തിലെ പുസ്തകത്തിലെല്ലാം ക്രിസ്തു നിറഞ്ഞു നിൽക്കുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിലെ ഒരു പ്രധാനപ്പെട്ട പഠന വിഷയത്തിലാണ് ഇപ്പോൾ നമ്മൾ കൈവച്ചിരിക്കുന്നത്. സമാഗമന കൂടാരം അഥവാ ടാബർനാക്കിൾ സ്റ്റഡി എന്ന് പറയുന്ന ഒരു സുദീർഘമായ വിഷയത്തിലേക്കാണ് നമ്മൾ ചൂടുവെച്ചിരിക്കുന്നത്. മുൻകാലത്ത് നമ്മൾ അതൊക്കെ ചിന്തിച്ചതാണ്. എന്നാൽ അന്ന് നമ്മൾ കാര്യമായി പറയാതിരുന്ന ചില മേഖലകളാണ് ഈ പെട്ടകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. അപ്പൊ ആ വിഷയത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത്. അന്ന് നമ്മൾ സംസാരിച്ചത് കൂടാരത്തിന്റെ വാതിൽ മുതലാണ്. വാതിൽ തുറന്നു കഴിഞ്ഞാൽ യാഗപീഠം, പിന്നെ താമ്രത്തൊട്ടി എന്നൊക്കെ പറഞ്ഞാണ് അന്ന് പോയത്. ഇന്ന് നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ. ഇന്ന് നമ്മൾ അതിപരിശുദ്ധ സ്ഥലത്ത് നിന്ന് അഥവാ മോസ്റ്റ് ഹോളി പ്ലേസിൽ നിന്ന് പുറത്തേക്കാണ് വരുന്നത്, പ്രാകാരത്തിലേക്കാണ് വരുന്നത്. അന്ന് നമ്മൾ ചിന്തിച്ചതിൽ നിന്നും വ്യത്യസ്തമായി ഈ സമയത്ത് നമ്മൾ പറഞ്ഞുകൊണ്ടുവന്ന കാര്യങ്ങൾ എന്താ? ഒന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. ചില ആഴ്ചകളായല്ലോ. അന്ന് സമാഗമന കൂടാരത്തിന്റെ നിർമ്മിതിയിൽ ആദ്യം പെട്ടകം ഉണ്ടാക്കാൻ പറഞ്ഞു. എന്നാൽ ശലോമോന്റെ നേതൃത്വത്തിൽ പണിത യെരൂശലേം ദേവാലയത്തിന്റെ നിർമ്മിതിയിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് അതിന്റെ ഏറ്റവും പുറത്തു വരുന്ന കല്ലുകളുടെ നിർമ്മിതിയെ കുറിച്ചാണ് ആദ്യം കാണുന്നത്. പിന്നെ അതിനകത്തുള്ള ദേവദാരു കൊണ്ടുള്ള പണി, പിന്നെ പ്യൂർ ഗോൾഡ് കൊണ്ടുള്ള പാനലിങ്, അങ്ങനെ ഇതെല്ലാം പറഞ്ഞ് അത് പൂർത്തീകരിച്ചിട്ട്, അതായത് ഈ മഹത്തായ ആലയത്തിന്റെ നിർമ്മിതി പൂർത്തീകരിച്ചതിന് ശേഷം, അതായത് മോസ്റ്റ് ഹോളി പ്ലേസ് റെഡിയാണ്, അവിടേക്ക് മുൻകാലത്ത് അവരുടെ കൂടെ ഇരുന്ന് സമാഗമന കൂടാരത്തിനകത്തുന്ന പെട്ടകം അതിലേക്ക് കൊണ്ടുവരികയാണ്. കഴിഞ്ഞ നാളുകളിൽ ഇസ്രായേലിന്റെ നടുവിൽ കൂടാരമടിച്ചിരുന്ന സമാഗമന കൂടാരത്തിന്റെ അന്തർമന്ദിരത്തിലിരുന്ന പെട്ടകവുമായി ബന്ധപ്പെട്ട് അതിന്റെ സഞ്ചാരങ്ങളൊക്കെ കുറെ ഉണ്ടെന്ന് നമുക്കറിയാം. എങ്കിലും പൊതുവായിട്ട് പറയാണ്, പെട്ടകം ഇപ്പോ ഈ യെരൂശലേം ദേവാലയത്തിന്റെ അന്തർമന്ദിരത്തിലേക്ക് വരികയാണ്. സമാഗമന കൂടാരത്തിന്റെ നിർമ്മിതിയിൽ ആദ്യം പണിയാൻ പറഞ്ഞത് പെട്ടകമാണെങ്കിൽ, യെരൂശലേം ദേവാലയത്തിന്റെ നിർമ്മിതിയിൽ ഒരു പെട്ടകത്തിന്റെ പണിക്ക്
ആലോചന കൊടുത്തില്ല. പകരം ബാക്കി എല്ലാ കാര്യങ്ങളും പണിതു. യെരൂശലേം ദേവാലയത്തിന്റെ പണിയോടുള്ള ബന്ധത്തിൽ നമ്മൾ കണ്ടത് പുറമെ നിന്ന് പണിത് അകത്തേക്ക് വരുന്നതാണ് കണ്ടത്. അപ്പൊ ഈ രണ്ട് പണികളുമായി ബന്ധപ്പെട്ട് ചേർത്ത് നിർത്തി പഠിക്കുമ്പോൾ ഇവിടെയെല്ലാം ക്രിസ്തുവാണ് നിറഞ്ഞു നിൽക്കുന്നത്. ഈ ദിവസങ്ങളിൽ നമ്മൾ ഈ പെട്ടകത്തെക്കുറിച്ചും ഈ വക കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു വരുമ്പോൾ ക്രിസ്തുവിനെയാണ് നമ്മൾ കൂടുതൽ ഉയർത്തുന്നത്. ക്രിസ്തുവിന്റെ സവിശേഷതകൾ, മറച്ചുവെച്ച മഹത്വം, അങ്ങനെ അനവധി കാര്യങ്ങളാണ് പറഞ്ഞ് നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ ശരിക്കും നമ്മുടെ മെസ്സേജുകൾ കേൾക്കുന്ന ഒരാൾക്ക്, പുതുതായിട്ട് ആരെങ്കിലും കേൾക്കുകയാണെന്ന് വിചാരിച്ചോ, അവർ ഒബ്സർവ് ചെയ്യേണ്ട കാര്യം എന്താ? ഈ ഉപദേശി ഇയാളുടെ ആൾക്കാരും ഈ ടാബർനാക്കൾ എന്നൊക്കെ പറയുന്ന ഈ പഴയ നിയമ കാലഘട്ടത്തിലെ ആ സബ്ജക്റ്റ് ഒക്കെ തുറന്നു വെച്ചിട്ട് അതിലൂടെ അവർ പുതിയ നിയമത്തെ കണ്ടെത്തുകയാണ്. അതിലൂടെ അവർ ക്രിസ്തുവിനെയാണ് കണ്ടെത്തുന്നത്, ക്രിസ്തുവിനെയാണ് ഉയർത്തുന്നത്, ക്രിസ്തുവിന്റെ മഹത്വമാണ് വെളിപ്പെടുത്തുവാൻ അവർ ആഗ്രഹിക്കുന്നത്. അപ്പൊ തരക്കേടില്ല, ഇവര് ദൈവത്താൽ അയക്കപ്പെട്ട ദൈവത്തിന്റെ ജനമായിരിക്കാം, ദൈവത്തിന്റെ ദാസനായിരിക്കാം, നമ്മളൊന്ന് നിന്നേക്കാം, ഒന്ന് ശ്രദ്ധിച്ചേക്കാം എന്നൊന്നും ഒരു കുഞ്ഞും വിചാരിക്കുന്നില്ല. നമ്മൾ ഈ ധ്യാനിക്കുന്ന വിഷയം പിന്നീട് പബ്ലിക് കേൾക്കുന്നുണ്ടല്ലോ, യൂട്യൂബിലൂടെയൊക്കെ വരുമ്പോ. അപ്പൊ ഒത്തിരി പേര് കേട്ടില്ലെങ്കിലും കേട്ടയാളുകളിൽ ഒരുപറ്റം ആൾക്കാർക്ക് മനസ്സിലാക്കാൻ മേലെ ഇവര് നേരം പോക്ക് പറയുന്നവരല്ല. ഇവർ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നവരാണ്, ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവരാണ്. മറഞ്ഞിരിക്കുന്ന സഭയെ വെളിപ്പെടുത്തിക്കൊണ്ടുവന്ന് അതിന്റെ പണിയുടെ ഭാഗമായി തീർന്ന് മഹിമയിൽ യോഗ്യരായി തീരണം. തന്റെ ജനം യോഗ്യരായി തീരണം, യോഗ്യ മണവാട്ടി എന്ന നിലയിൽ. ആ ഒരു നിലയിലേക്ക്, ആ ഔന്നത്യത്തിലേക്ക് എത്തേണ്ടതിനാണ് ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവരാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഇവര് ഈ 66 പുസ്തകങ്ങളും തുറന്നു വെച്ച്, വിശേഷാൽ പഴയ നിയമത്തിലെ 39 പുസ്തകത്തിൽ നിന്ന് ഇവര് ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നതെന്ന് എന്തുകൊണ്ട് ഈ പെന്തിക്കോസ്തുകാരെന്ന് പറയുന്ന കാർക്ക് മനസ്സിലാകുന്നില്ല? നമ്മുടെ മെസ്സേജൊക്കെ യൂട്യൂബിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ കേൾക്കുന്ന ആളുകൾ ആരാ? ഈ പറഞ്ഞ കാരല്ലേ, പെന്തിക്കോസ്തുകാരല്ലേ. അവർക്കെന്താ ഇതൊന്നും മനസ്സിലാകാത്തത്? നമ്മളുടെ ലക്ഷ്യം എന്താണ്, നമ്മുടെ ഉദ്ദേശം എന്താണ്, നമ്മൾ എന്താണ് പറഞ്ഞു കൊണ്ടുവരുന്നതെന്ന് ചെറിയ തോതിൽ പോലും ആളുകൾക്ക് മനസ്സിലാകുന്നില്ല. മനസ്സിലാകുന്നുണ്ടെങ്കിൽ ആളുകൾ ഇടിച്ചിടിച്ച് നിൽക്കില്ലേ എന്നാ ഞാൻ ചോദിക്കുന്നത്. ആളുകൾ കേട്ടിട്ട് അവർക്ക് തൃപ്തി വന്നിട്ട് അവർ അവരുടെ സ്നേഹിതരോട് പറയുന്നു, നിങ്ങളും ഇത് കേൾക്കൂ, നമ്മുടെ കർത്താവായ ഈശോ മിശിഹായെ കുറിച്ചാണ് ഇവർ പറയുന്നത്. പഴയ നിയമത്തില് ആ ക്രിസ്തു മറഞ്ഞിരിക്കുകയാണെന്നാൽ പുതിയ നിയമത്തിൽ ആ ക്രിസ്തു വെളിപ്പെട്ടു വന്നു. അതിന്റെ രീതികൾ ഇങ്ങനെയാണ്. പെട്ടകത്തിലേക്ക് നോക്കുമ്പോൾ മരത്തിന്റെ പണികൾ മറച്ചു വെച്ചിരിക്കുക എന്ന് പറഞ്ഞല്ലോ. അവിടെ തനി തങ്കമാണ് വെളിപ്പെടുന്നത്, അഥവാ ക്രിസ്തുവിന്റെ ഡിവിനിറ്റിയാണ്, അതായത് ദൈവത്വമാണ് അവിടെ വെളിപ്പെടുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ ചിന്ത നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെക്കുകയാണ്. അതായത് ക്രിസ്തുവിന്റെ മഹത്വത്തോടെ നിറഞ്ഞു നിൽക്കുകയാണ് അതിപവിത്ര സ്ഥലത്ത്. ആണ്ടിലൊരിക്കൽ ഇസ്രായേലിന്റെ മഹാപുരോഹിതൻ അവിടേക്ക് എങ്ങനെയാ പോകുന്നതെന്നാ സഹോദരങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഭയത്തോടും വിറയലോടും അല്ലേ അവിടേക്ക് കടന്നു പോകുന്നത്. അത് മാത്രമല്ല, ദിനേനയുള്ള അവരുടെ യാഗാർപ്പണവും അനുബന്ധമായ ധൂവാർപ്പണവും അതിനുവേണ്ടി ഹോളി പ്ലേസ് അഥവാ വിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു വരുന്നു. എങ്ങനെയാണെന്നാ ധരിച്ചിരിക്കുന്നത്? പണ്ട് കാലം മുതൽ നമ്മളിങ്ങനെ കേട്ടിരിക്കുകയാണല്ലോ, അതിപരിശുദ്ധ സ്ഥലത്തേക്ക് വർഷത്തിൽ ഒരിക്കൽ പോകുമ്പോൾ ഭയഭക്തിയിലാ പോകുന്നതെന്ന്, പേടിച്ചു പറിച്ചാൽ. എന്നാൽ അങ്ങനെ മാത്രമല്ല, ദിവസേനയുള്ള ധൂപാർപ്പണത്തിന് വേണ്ടി വിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു വരുന്ന പുരോഹിതനും ഈ സെയിം നിലയിലാണ് കടന്നു വരുന്നത്. ഭയപ്പാടോടുകൂടിയാണ് കടന്നു വരുന്നത്. ധൂപം അർപ്പിച്ചിട്ട് മടങ്ങി വീട്ടിൽ പോകുമെന്ന് ഒരു ഗ്യാരണ്ടിയും ഇല്ല. അത്ര ഭയങ്കരനും മഹാനുമായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക്, പരമപരിശുദ്ധന്റെ സന്നിധിയിലേക്കാണ് അടുത്തു വരുന്നത്. ആ പരിശുദ്ധനായ ദൈവത്തിന്റെ സന്നിധിയിലാണ് മഹാപുരോഹിതൻ വന്ന് ധൂപം അർപ്പിക്കുന്നതും രക്തം തളിക്കുന്നതും ഒക്കെ നമുക്കറിയാം. അത്ര സീരിയസ് ആയ സബ്ജക്റ്റാണ്. ആ മഹത്വവാനായ ദൈവം തന്നെയാണ് വേഷാൽ മനുഷ്യനായി ബത്ലഹേമിൽ വന്നത്. ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ച് ചിന്തിക്കണമെന്നേ. അശേഷ ലാഘവത്വം വരാൻ പാടില്ല. ആ തേജോമനായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഇസ്രായേലിന്റെ പുരോഹിതന്മാരും മഹാപുരോഹിതന്മാരും ഒക്കെ എങ്ങനെയായിരുന്നു കടന്നുപോയത്? ഒരു സമയം കഴിഞ്ഞപ്പോൾ അവർ അവരുടെ ശുശ്രൂഷകളിലും കാര്യങ്ങളിലും ഒക്കെ വെള്ളം ചേർത്തു. വെള്ളം ചേർത്ത് കഴിഞ്ഞപ്പോൾ, അതായത് ഉദാസീനത വന്നു, നിസ്സാരമാക്കി കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യമാണ് അവിടെ നിന്ന് നഷ്ടപ്പെട്ടത്. ദൈവമഹത്വമാണ് അവിടെ നിന്ന് പോയിപ്പോയത്. ദൈവമഹത്വം പോയിട്ട് പിന്നെ ചടങ്ങിന് കുറിയലൈസോ എന്നൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോന്ന്? അതുപോലെ തന്നെയാണ് ഈ പെന്തിക്കോസുകാരുടെ കുറിയലൈസോനും ഒക്കെ ഇങ്ങനെ തന്നെയാണ്. നമ്മൾ ചുമ്മാ ധരിക്കുകയാണ്, ഞങ്ങളുടേത് ഭയങ്കര കേമമാണ്, ഞങ്ങളുടെ അലേലിയ കേൾക്കുമ്പോഴത്തേക്കും സ്വർഗം കോരിത്തരിക്കുന്നു. അതൊന്നും ഇല്ലെന്നേ. ജീവിതം സൂക്ഷിക്കാത്തവന്റെ അലേലിയയിലൊന്നും പ്രസാദിക്കുന്നവനല്ല നമ്മുടെ ദൈവം. ഈ ദൈവത്തിന് ഗതിഭേദത്താലല്ലോ ആച്ഛാദനവും വന്നോ?
ഗതിഭേദത്താലേ യാക്കോബ് പറയുന്ന പോലെ ഈ ദൈവത്തിന് എന്തെങ്കിലും മാറ്റം വന്നോ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ? പുതിയ നിയമത്തിൽ ആ ദൈവം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടു, നമ്മുടെ ഇടയിൽ നടന്നു, നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു പാർത്തു എന്ന് പറഞ്ഞാൽ തന്റെ ദൈവത്വം മറച്ചു വെച്ചിട്ടാന്ന് ഓർക്കണം. ആ ദൈവത്വത്തിൽ അങ്ങനെ തന്നെ ഇറങ്ങി വന്ന എല്ലാം പുകഞ്ഞ് ഭസ്മമായി പോവും, ആലോചിക്കാൻ കൂടെ കഴിയില്ല. അപ്പൊ ആ തേജോമനായ ദൈവത്തിന്റെ സന്നിധിയിൽ അവന്റെ പാദപീഠത്തെങ്കിലായിരിക്കുന്നവരാണ് വിശുദ്ധന്മാർ. തന്റെ പുത്രന്റെ രക്തത്താൽ കഴുകി എടുത്തുകൊണ്ട് വന്ന തന്റെ ആട്ടിൻകൂട്ടം എന്ന് പറയുന്നത് തന്റെ പാദപീഠത്തെങ്കിലാണ്. നാം 24/7 തന്റെ പാദപീഠത്തെങ്കിലാണ്. മറ്റ് ഇതര ക്രൈസ്തവ സമൂഹത്തിലുള്ള ആളുകളെ സംബന്ധിച്ച് അവർ പള്ളിയിൽ പോകുമ്പോഴും മറ്റ് ഇടപാടുകളിലൊക്കെ ആയിട്ട് ബന്ധപ്പെടുമ്പോഴാണ് ദൈവത്തെക്കുറിച്ചുള്ള ചിന്തയും ദൈവസാന്നിധ്യത്തെക്കുറിച്ചും ഒക്കെ ഒരു ചിന്ത അവർക്ക് വരുന്നത്. നമ്മളെ സംബന്ധിച്ച് അങ്ങനെയാണോ? നമ്മൾ സഭായോഗത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് അന്നത്തെ ദിവസം നമ്മുടെ ദൈവം ഇറങ്ങി വരും, കുറച്ച് കഴിഞ്ഞിട്ട് 1 മണിയാകുമ്പോൾ ദൈവം തിരിച്ചു കയറി പോകും, അങ്ങനെയാണോ? നമ്മൾ ഈ പഠനങ്ങളിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്? 24 മണിക്കൂർ നാം പാദപീഠത്തെങ്കിലാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഈ കാര്യങ്ങളെ ഇങ്ങനെ ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോ ഇപ്പൊ പറഞ്ഞ ഈ ഭാഗത്ത് വന്നപ്പോ ഞാനൊന്ന് സ്റ്റക്കായി പോയി. ദൈവം ഇത് എങ്ങനെ എനിക്ക് പറഞ്ഞു ഫലിപ്പിക്കാൻ കഴിയും? ഞാൻ പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവർക്ക് മനസ്സിലാകുമോ? അതായത് ഇസ്രായേലിന്റെ പുരോഹിതന്മാര് തേജോമാനായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് എങ്ങനെ അടുത്തു എന്നുള്ളത് മനസ്സിലാക്കണം. അതേ ദൈവം തന്നെയാണ് പുതിയ നിയമത്തിൽ വെളിപ്പെട്ടു വന്നിരിക്കുന്നത് എന്നുള്ളത് വിശുദ്ധ പ്രവാചകന്മാരാൽ മുൻകൂട്ടി എഴുതി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ അവന്റെ അപ്പോസ്തലന്മാർ ആ കാര്യത്തിന് ഉറപ്പ് നൽകുകയാണ്. തേജോമയനായ ദൈവം തന്റെ സൃഷ്ടിയായ ഒരു സ്ത്രീയുടെ ഉദരത്തിലൂടെ ഈ ഭൂമിയിൽ ഭൂജാതനായിരിക്കുന്നു. അപ്പോൾ ആ കർത്താവിനോട് അടുക്കുമ്പോൾ ഈ ബോധ്യം നമുക്ക് വേണ്ട, ഈ സന്നിധി ബോധം വേണ്ടേ? ഇന്ന് നമുക്ക് തത്സമയ സഹായത്തിനും കൃപയ്ക്കുമായിട്ട് കൃപാസനത്തെങ്കിൽ വരാമെന്നൊരു വാക്യമുണ്ട്. ആ വാക്യമൊക്കെ ആളുകൾ ലാഘവത്തോടെയാണ് എടുക്കുന്നത്. ആ ഒറ്റ വാക്യം വെച്ചിട്ടല്ല നമ്മൾ ഒരു ഡോക്ടറിൻ സ്ഥാപിക്കുന്നത്. അങ്ങനെ വരാമെന്ന് എഴുതിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങനെ വരാമെന്നല്ല ഇതിന്റെ അർത്ഥം. വരാൻ അനുവാദമുണ്ട്. ഇപ്പോ അവിടേക്ക് എങ്ങനെയായിരുന്നു മുൻകാലത്ത് മനുഷ്യര് കടന്നു പോയിരുന്നത് എന്നുള്ളത് പഠിക്കണ്ടേ? അപ്പോ ആ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഈ കാലത്ത് ഒരുവൻ കടന്നു പോകണമെങ്കിൽ ഈ പറയപ്പെട്ട കൃപാസനത്തെങ്കിലേക്ക് കടന്നു വരാമെന്ന് വായിക്കുന്ന വാക്യപ്രകാരം ഇന്ന് നമ്മൾ ആ ദൈവത്തോട് അടുക്കുമ്പോൾ ആ ബോധ്യങ്ങൾ നമ്മളെ ഭരിക്കണം. ബോധ്യങ്ങൾ നമ്മളെ ഭരിക്കണം. ഞാൻ വിശുദ്ധനാകൊണ്ട് നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. നിങ്ങൾ എനിക്ക് പണിയേണ്ട മന്ദിരം തന്നെ എങ്ങനെയുള്ളതാ? ഹോളി ടെമ്പിൾ ആണ് പണിയേണ്ടത്, വിശുദ്ധ മന്ദിരമാണ് പണിയേണ്ടത്. അതിനകത്തുള്ള ഉപകരണങ്ങളെ കുറിച്ചെല്ലാം നമ്മൾ എങ്ങനെയാ പഠിക്കുന്നത്? എല്ലാം നിർമ്മലമായ വസ്തുക്കളാണ്. നിർമ്മലമായ തങ്കം, നിർമ്മലമായ കുന്തുരുക്കം എന്നു വേണ്ട, അതിനകത്തുള്ളതെല്ലാം നിർമ്മലമായ കാര്യങ്ങളാണ്. ആ നിർമ്മലമായ കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യുന്നവരെല്ലാം നിർമ്മലന്മാരായിരിക്കണം. അവങ്കലി പ്രത്യാശയുള്ളവരെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തങ്ങളും തങ്ങളെ തന്നെ നിർമ്മലീകരിക്കേണ്ടതുണ്ട്. അത്ര സീരിയസ് ആയ ഒരു ലൈഫിലേക്കാണ് നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത്, കുഞ്ഞുകളിയല്ല. അതുകൊണ്ടല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ വളരെ ഗൗരവത്തിൽ പറയുന്നത്. ശിവരാജ്ഞി എന്നാ പറഞ്ഞത്? ഒരു കേട്ടുകേഴ്വിയേ ഉണ്ടായിരുന്നുള്ളൂ, വന്ന് കണ്ടപ്പോഴല്ലേ വിസ്മയമായത്. നമ്മൾ അറിഞ്ഞും കേട്ടും വന്ന കാലത്ത് ഇത്രയൊന്നും കേട്ടില്ലെന്നേ. ഇപ്പൊ കേട്ടോ, ചെവി തുറന്ന് കേട്ടോ. എത്ര പരിശുദ്ധനായ ദൈവത്തിന്റെ സന്നിധിയിലാണ് നാം വന്നിരിക്കുന്നത്. നമുക്ക് കാര്യമുള്ളത് ആരുമായിട്ടാണ്? ഈ തേജോമനായ ദൈവമായിട്ടല്ലേ നമുക്ക് കാര്യമുള്ളത്. കത്തോലിക്കര് പറഞ്ഞതുപോലെ ബത്ലഹേമിലെ ഉണ്ണീശോയെ അല്ല നമ്മൾ കണ്ടെത്തിയത്. പൗലോസ് പറയുന്നത് ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ലെന്ന. അവൻ മഹത്വത്തിന്റെ കർത്താവാണ്. ആ തേജോമനായ കർത്താവിനെയാണ് നമ്മൾ വെളിപ്പാടിൽ കാണുന്നത്. നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ഒക്കെ ആരാഞ്ഞറിയുന്നവൻ. ഏത് പാതാളത്തിൽ പോയി ഒളിച്ചാലും നമ്മെ ഉള്ളതുപോലെ കാണുന്ന ഒരുവൻ, നമ്മുടെ സൃഷ്ടാവ്, നമ്മെ മെനഞ്ഞവൻ, നമ്മുടെ ആകത്തുക അറിയാവുന്നവൻ. അവന് മറിഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല. എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പാകെ സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തുന്നത് നാം വിശുദ്ധരായിരിക്കേണ്ടതിനാണ്, അവങ്കിലുള്ള ഭയത്തിന് വേണ്ടിയിട്ടാണ്. അവിടുന്ന് സീനായി പർവ്വതത്തിൽ ഇറങ്ങി വന്നത് എന്തിനാന്നാണ് പുറപ്പാട് ദിവസം 20-ാം അധ്യായത്തിന് 18-19 വാക്യത്തിലൂടെ കാണുന്നത്. പുറപ്പാട് ദിവസം 20-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം. അപ്പൊ സീനായി പർവ്വതത്തിൽ ഇറങ്ങി വന്നിരിക്കുന്നത് എന്തിനാ? നിങ്ങൾക്ക് അവങ്കലുള്ള ഭയം ഉണ്ടാകേണ്ടതിന്, നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിന്.
ആ ദൈവഭയത്തിലേക്ക് വരുമ്പോഴാണ് പാപം ചെയ്യാതിരിക്കാനായിട്ട് കഴിയുന്നത്. പലവിധമായ കാര്യത്തിൽ പോയി തലയിടുന്നതിന്റെ കാരണം എന്നാ? സന്നിധി ബോധമില്ല. നമുക്കുള്ള സന്നിധി ബോധം ഇത്രയേ ഉള്ളൂ. 10 മണിക്ക് ആരംഭിച്ച് 1 മണി വരെ സന്നിധി ബോധം ഭയങ്കരമാണ്, ഇച്ചിരി കൂടുതലാണെങ്കിലേ ഉള്ളൂ. അതല്ല നമ്മൾ വചനത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന സന്നിധി ബോധം. നാം അവന്റെ പാദപീഠത്തെങ്കിലാണ്. സ്വർഗം അവന്റെ സിംഹാസനം, ഭൂമി അവന്റെ പാദപീഠം. നാം പാദപീഠത്തെങ്കിലാണ്. നാം കിടന്നാലും ഇരുന്നാലും ഉറങ്ങിയാലും ഒക്കെ അവിടത്തെ മുമ്പാകെ തുറന്നിരിക്കുകയാണ്. നമ്മുടെ ഹൃദയങ്ങളെല്ലാം തുറന്നിരിക്കുകയാണ്. ചിന്തകൾ, വിചിന്തനങ്ങൾ എല്ലാം അവിടെ തുറന്നിരിക്കണമെന്ന് മറഞ്ഞിരിക്കുന്നില്ല. അപ്പൊ ഈ ഒരു പഠനം എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയ ഒരു പഠനമാണ്, വളരെ ഗൗരവമായിട്ടുള്ളൊരു പഠനമാണ്. അതുപോലെ പെട്ടകവുമായി ബന്ധപ്പെട്ട് നമ്മൾ മുൻപോട്ട് പഠിച്ചു വരുമ്പോൾ 25-ാം അധ്യായത്തിന്റെ താഴേക്കുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ പെട്ടകത്തിന് മുകളിൽ കൃപാസനം വെക്കുകയാണ്. മേഴ്സി സീറ്റ്, കൃപാസനം. ആ കൃപാസനം തനി തങ്കം കൊണ്ടാണ് പണിയുന്നത്. അത് അടിപ്പമണിയായിട്ടാണ് പണിയുന്നത്. അതിനകത്ത് 2 കെരൂബുകൾ 2 സൈഡിലും വരും. അതൊക്കെ ബീറ്റൺ വർക്കുകളാണ്. പെട്ടകത്തിന് മുകളിൽ വരുന്ന കൃപാസനത്തെ കുറിച്ചൊക്കെ മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് ചിന്തിക്കാം. സാവധാനം. ഇപ്പൊ നമുക്ക് പെട്ടകത്തിനകത്തിരിക്കുന്ന 3 കാര്യങ്ങളുണ്ട്. ആ 3 കൂട്ടം കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. അതിനാണ് ഞാൻ ഇന്ന് ഉത്സാഹിക്കുന്നത്. അതേസമയം തന്നെ ഞാൻ വാത്സല്യ സഹോദരങ്ങളോട് ഒരു ചോദ്യം കൂടെ ചോദിക്കുകയാണ്. പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, എന്നാൽ ഇടയ്ക്കൊക്കെ ചോദിക്കുമ്പോഴല്ലേ ഓർമ്മ വരുള്ളൂ. ഈ അതിപരിശുദ്ധ സ്ഥലത്ത് ഏതേതെല്ലാം കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്? മനസ്സിലായോ? ഈ മോസ്റ്റ് ഹോളി പ്ലേസിൽ എന്തെല്ലാം ഉപകരണങ്ങളുണ്ട്, ഏതേതെല്ലാം കാര്യങ്ങൾ മോസ്റ്റ് ഹോളി പ്ലേസിലുണ്ട്, അവിടെ എത്ര വസ്തുക്കൾ ഉണ്ടെന്നുള്ളതാണ് ചോദ്യം. പെട്ടകത്തിനകത്ത് മന്നായിട്ട് വെച്ച പൊൻപാത്രവും അഹ്റോന്റെ തളിർത്തോടിയും ഒക്കെ ഉണ്ടല്ലോ, അത് കൂട്ടണ്ട. അത് 3 കാര്യവും നമുക്കറിയാം. അത് വിട്ടിട്ട് ബാക്കി എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടെന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു സൂചനയുണ്ടോ? ആരെങ്കിലും പറയാവോ? പുതിയ നിയമത്തിൽ അതിനെക്കുറിച്ചൊരു വാക്യമില്ലേ? ആ വാക്യത്തെ കുറിച്ച് ഒന്ന് ആലോചിച്ചേ. പുതിയ നിയമത്തിലെ വാക്യം അതെവിടെയാണ്? അപ്പൊ പുതിയ നിയമത്തിലെ വാക്യം എന്ന് പറയുന്ന എബ്രായ ലേഖനം. ഇങ്ങനെയൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കാതെ, എനിക്ക് പെട്ടെന്ന് ഭയങ്കര മുൻചൂണ്ടിക്കാരനാണ്. മൂക്കിന്റെ തുമ്പത്താന്നാണ് എന്റെ കെട്ടിയോള് പറയുന്നത്. അപ്പോ അങ്ങനെ ഒരു വലിയ പ്രശ്നമൊക്കെ ഉള്ള ആളാണ്. പുതിയ നിയമത്തിൽ അതിന്റെ വാക്യം എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നൂറ്റാണ്ടുകളായിട്ട് സമാഗമന കൂടാരം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകളല്ലേ നമ്മള്. എന്നിട്ട് അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഇത്രയും വലിച്ചു നീട്ടണോ? എബ്രായ ലേഖനം 9-ാം അധ്യായത്തില് അതിന്റെ വിശദീകരണമില്ലേ? വിശേഷാൽ 4-ാം വാക്യം. 4-ാം വാക്യം ഒന്ന് വായിച്ചേ. അതിൽ പൊന്നുകൊണ്ടുള്ള ധൂപകലശവും മുഴുവനും പൊന്നു പൊതിഞ്ഞ നിയമപ്പെട്ടകവും അതിനകത്ത് മന്ന ഇട്ടുവെച്ച പുഷ്പാത്രവും അഹരോന്റെ തളർന്ന വടിയും നിയമത്തിന്റെ കൽപ്പലകകളും അതിനു മീതെ കൃപാസനത്തെ മൂടുന്ന തേജസ്സിന്റെ കെരൂബുകളും ഉണ്ടായിരുന്നു. ഈ വാക്യം വായിച്ചിട്ട് അതിപരിശുദ്ധ സ്ഥലത്ത് എന്തെന്തെല്ലാം കാര്യങ്ങളുണ്ട്, അതായത് പെട്ടകത്തിനകത്തുള്ള 3 കാര്യത്തെ കുറിച്ച് പറയണ്ട, അത് നമുക്കറിയാം. അതല്ലാതെ എന്തെന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി എന്നുള്ളതൊന്നും പറഞ്ഞു. അപ്പൊ സഹോദരങ്ങളെ, എന്റെ ചോദ്യത്തിന് ഫലപ്രദമായ ആൻസറുകളൊന്നും വന്നില്ല. മുക്കി മൂളി എന്തൊക്കെയോ ആരോ പറഞ്ഞു. അതല്ലാതെ സ്പഷ്ടമായിട്ട് തൃപ്തികരമായി അതിനൊന്നും ഒരു ഉത്തരം കിട്ടിയില്ല. ഇപ്പൊ ഞാൻ അതിന്റെ ഉത്തരമൊക്കെ പറയാന്ന് വിചാരിച്ചോ? 6 മാസം കഴിഞ്ഞ് ചോദിച്ചാൽ ഇതുപോലെ മുക്കി മൂളിയെ പിന്നെയും പറയുള്ളൂ. അപ്പൊ അത് നോട്ട് ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ അത് ഹൃദയത്തിൽ രജിസ്റ്റർ ചെയ്യണോന്നേ, അകത്ത് രജിസ്റ്റർ ചെയ്യണം. അത് കാരിരുമ്പ് ആണി കൊണ്ട് എഴുതുന്ന പോലെ എഴുതി വെക്കണം. പിന്നെ അത് മാഞ്ഞു പോകാനായിട്ട് ഇടവരരുത്. അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്ന ആദ്യത്തെ കാഴ്ച എന്ന് പറയുന്നത് എന്താ? പെട്ടകം അഥവാ ആർക്ക്. രണ്ടാമത് എന്തു പറയും? കൃപാസനം. പെട്ടകം എന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂടെ കൂടിയതാണ് പെട്ടകം. അപ്പൊ അത് 2 ആയിട്ടാണ് പരിഗണിക്കുന്നത്, പെട്ടകവും കൃപാസനവും. മൂന്നാമത് നമ്മൾ കണ്ട എന്താ? ഇപ്പൊ ഈ വായിച്ച വായനയിൽ നിന്ന് അവിടെ ധൂപ കലശമുണ്ട്. ഹോളി പ്ലേസിൽ ഇരിക്കുന്ന ധൂപപീഠമാണ്, ഇൻസെൻസ് ഓൾട്ടർ. ഇത് ധൂപകലശം. കണ്ടിട്ടില്ലേ പള്ളിയിലച്ചന്മാര് ധൂപക്കുറ്റി വീശിക്കൊണ്ട് പോകുന്നേ? അതാണ് അടുത്ത കാര്യം പറയാനുള്ളത്. അപ്പൊ പെട്ടകം, കൃപാസനം, ധൂപകലശം. അത് കഴിഞ്ഞിട്ട് 4-മത് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. പെട്ടകത്തിനകത്തിരിക്കുന്ന കാര്യങ്ങളുണ്ട് കേട്ടോ, അത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് മനസ്സിലായി. 4-മത് ഒരു കാര്യവും കൂടെ ഉണ്ട്. ആവർത്തന പുസ്തകം 31-ാം അധ്യായം, ഡിയൂട്രോണമി ചാപ്റ്റർ 31, അതിന്റെ 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. വേഴ്സ് 24 to 26. മോശെ ഈ ന്യായപ്രമാണത്തിലെ വചനങ്ങൾ മുഴുവനും ഒരു പുസ്തകത്തിൽ എഴുതി തീർന്നപ്പോൾ
യഹോവയുടെ നിയമപ്പെട്ടകൻ ചുമക്കുന്ന ലേവ്യരോട് കൽപ്പിച്ചത് എന്തെന്നാൽ, ഈ ന്യായപ്രമാണ പുസ്തകം എടുത്ത് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയമപ്പെട്ടകത്തിനരികെ വയ്പ്പിൻ. അവിടെ അത് നിന്റെ നേരെ സാക്ഷിയായിരിക്കും. അപ്പൊ നമ്മൾ അതിപരിശുദ്ധ സ്ഥലത്ത് എന്തെല്ലാം കാര്യങ്ങളാ കണ്ടത്? പെട്ടകം കണ്ടു, കൃപാസനം കണ്ടു, അവിടെ ധൂപകലശം കണ്ടു. അത് കഴിഞ്ഞ് ഒടുക്കം എന്താ കണ്ടത്? അതായത് ന്യായപ്രമാണ പുസ്തകം എടുത്ത് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയമപെട്ടകത്തിന് അരികെ വെപ്പിൻ, അവിടെ അത് നിന്റെ നേരെ സാക്ഷിയായിരിക്കും. പെട്ടകത്തിനകത്ത് 3 കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ. അവിടെ അഹ്റോന്റെ തളിർത്ത വടിയുണ്ട്, മന്നായിട്ട് വെച്ച പൊൻപാത്രമുണ്ട്, നമുക്കറിയാം നിയമത്തിന്റെ കൽപ്പലക അവിടെയുണ്ട്, സ്റ്റോൺ ടാബ്ലറ്റ് അതിനകത്തുണ്ട്. ഇസ്രായേലിന് കൊടുത്ത ന്യായപ്രമാണത്തെ കുറിച്ച് പറഞ്ഞാൽ 613 കൽപ്പനയാണ്. 613 613 കൽപ്പനയാണ് ന്യായപ്രമാണത്തിലുള്ളത്. അതിന്റെ സംക്ഷിപ്തമാണ്, അതിന്റെ ഒരു ക്രീം എന്നുള്ള നിലയിലാണ് നമ്മൾ ഈ 10 കൽപ്പനയെ കാണുന്നത്. അതാണ് കല്ലിൽ എഴുതി കൊടുത്തത്. അത് പെട്ടകത്തിനകത്തിരിപ്പുണ്ട്. പെട്ടകത്തിന്റെ വെളിയിൽ അതിനോട് ചേർത്ത് വെച്ചിരിക്കുന്ന എന്താ? ഈ ന്യായപ്രമാണം എഴുതിയ പുസ്തകം അതിനോട് ചേർത്ത് അതിന് വെളിയിൽ ഇരിപ്പുണ്ട്. ഈ അതിപരിശുദ്ധ സ്ഥലത്തിരിക്കുന്ന പുസ്തകത്തെ കുറിച്ചൊക്കെ നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകത്തിലും ദിനവൃത്താന്ത പുസ്തകത്തിലൊക്കെ പിന്നത്തേതില് വായിക്കുന്നുണ്ട് ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ. യോശിയാവിന്റെ കാലത്തേക്ക് വരുമ്പോ ഇപ്പൊ വായിച്ച ഈ ന്യായപ്രമാണ പുസ്തകമൊന്നും എവിടെയാന്നൊരു പിടിയില്ല. എന്ന് വെച്ചാൽ അതിന്റെ പുറകിലുള്ള കാലം, അതിന്റെ പുറകിലുള്ള കാലത്ത് ഇത് അതിലെ പോയി ഇതിലെ പോയി അങ്ങനെ പോയി ഇങ്ങനെ പോയി ഒരു പിടിയും കിട്ടുന്നില്ല. ഈ അതിപരിശുദ്ധ സ്ഥലമൊക്കെ മണ്ണ് മൂടിപ്പോയി എന്ന് പറഞ്ഞ പോലെ അതെല്ലാം മലിനമായി തീർന്നു. ദൈവസാന്നിധ്യം ഇല്ലാത്ത ഒരു കാലം. അതിന് തൊട്ടുപുറയിലുള്ള രാജാക്കന്മാരുടെ കാര്യം നോക്കിയാൽ ആമോൻ, തൊട്ടുപുറയിലെ മനശ, അതിനു മുമ്പ് ഇഹസ്കിയാവിന്റെ മകനാണല്ലോ മനശയും പിന്നീട് ആമോനും ഒക്കെ രംഗത്ത് വരുന്നത്. ഇഹസ്കിയാവിന്റെ കാലഘട്ടത്തിൽ വളരെ യോഗ്യമായ നിലയിലാണ് യെരൂശലേം ദേവാലയം മുൻപോട്ട് പോയത്. അവന്റെ അപ്പനായ ആഹാസിന്റെ കാലത്ത് എല്ലാം അടച്ചുപൂട്ടി വെച്ചിരുന്നു. ആഹാസിന്റെ കാലത്ത് വാതിൽ അടച്ചിരുന്നു. അതുപോലെ യാഗപീഠം എടുത്തു നീക്കി. അതുപോലെ താമ്രക്കടല് അഥവാ മോൾട്ടൻ സീ അത് താഴെ ഇറക്കി, 12 കാളകളുടെ മുതുകത്തിന് അത് താഴെ ഇറക്കി വെച്ചു. അതുപോലെ ശുദ്ധീകരണത്തിനോടുള്ള ബന്ധത്തിൽ വെച്ചിരുന്ന ആ തൊട്ടികളുണ്ട്, കഴുകാനുള്ള പാത്രങ്ങൾ, ആ തൊട്ടികളുടെയൊക്കെ ചട്ടപ്പലകയൊക്കെ കണ്ടിച്ചു കളഞ്ഞ എല്ലാം ഛിന്ന ഭിന്നമാക്കി കളഞ്ഞു ആഹാസ്. തന്റെ മകനായ ഹിസ്കിയാവ് എന്നതൊക്കെ ക്രമീകരിച്ചു നമ്മൾ പഠിക്കുന്നു. പിന്നീട് അവന്റെ മകനായ മനശയുടെ കാലത്ത്, അവന്റെ മകനായ ആമോന്റെ കാലത്ത് വീണ്ടും എല്ലാം താറുമാറായിപ്പോയി. അത് കഴിഞ്ഞ് യോശിയാവ് രംഗത്ത് വന്നപ്പോൾ, താൻ ഭക്തനായിരുന്നു, തന്റെ പിതാവായ ദാവീദ് നടന്ന വഴികളിലൂടെ തന്നെ നടന്ന മനുഷ്യനാണ് യോശിയാവ്. അപ്പൊ യോശിയാവിന്റെ കാലം വന്നപ്പോ അദ്ദേഹം ആഹ്വാനം ചെയ്തു ആലയം ശുദ്ധീകരിക്കാനായിട്ട്. ആലയം ശുദ്ധീകരിക്കുവാനുള്ള ആഹ്വാനപ്രകാരം അവർ ആലയമൊക്കെ ശുദ്ധീകരിച്ചു വന്നു കഴിഞ്ഞപ്പോ, അപ്പൊ 2 ദിനവൃത്താന്തം 34-ാം അധ്യായത്തില് യോശിയാവിന്റെ കാലത്ത് ആ സമയത്ത് മഹാപുരോഹിതനായിട്ടിരുന്ന ഹിലിക്കിയാവിന്റെ നേതൃത്വത്തില് ഈ ആലയം ശുദ്ധീകരിച്ചു വന്നപ്പോൾ ന്യായപ്രമാണ പുസ്തകം കണ്ടെത്തി. അതിന്റെ 14-ാം വാക്യത്തിലുണ്ടത്. അവർ യഹോവയുടെ ആലയത്തിൽ പിരിഞ്ഞു കിട്ടിയ ദ്രവ്യം പുറത്തെടുത്തപ്പോൾ ഹിലിക്കിയ പുരോഹിതൻ യഹോവ മോശ മുഖാന്തരം കൊടുത്ത ന്യായപ്രമാണ പുസ്തകം കണ്ടെത്തി. അതായത് ആലയം ശുദ്ധീകരിച്ചു വന്നപ്പോ മറഞ്ഞിരുന്ന ഈ ഒരു കാര്യം അവർ കണ്ടെത്തി. അതിന്റെ 19-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ പുസ്തകം കണ്ടുകിട്ടിയ കാര്യവും അത് സംബന്ധമായ കാര്യങ്ങളെല്ലാം വന്ന് ഷാഫാൻ രാജാവിനെ അറിയിക്കുകയാണ്. അങ്ങനെ ആ പുസ്തകത്തിലെ വാക്യങ്ങളെല്ലാം വായിച്ചു കേട്ടപ്പോൾ രാജാവ് വസ്ത്രം കീറി എന്നുള്ളതാണ് അവിടെ കാണുന്നത്. സന്ദർഭവശാൽ ഞാൻ അതൊന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. നമുക്ക് ഇത്രയൊന്നും പറയേണ്ട കാര്യമില്ലായിരുന്നു. ആവർത്തന പുസ്തകം 31-ാം അധ്യായത്തിന്റെ 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങളെ വായിക്കുമ്പോൾ അവിടെ ന്യായപ്രമാണ പുസ്തകത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് വേറെ പല ഭാഗത്തോട്ട് അതിൽ ഒരു ഭാഗമാണ് ഇപ്പൊ നിങ്ങളുടെ മുമ്പാകെ ഞാൻ ഉയർത്തി കാണിച്ചത്. അപ്പോൾ ന്യായപ്രമാണ പുസ്തകം അതിനകത്തുണ്ട്. ഇപ്പൊ മനസ്സിലായല്ലോ? പെട്ടകം, കൃപാസനം, പിന്നെ ധൂപകലശം, ന്യായപ്രമാണ പുസ്തകം, ഇത്രയും കാര്യങ്ങളാണ് അതിപരിശുദ്ധ സ്ഥലത്തുള്ളത്. ഈ ധൂപകലശം എന്നുള്ള കാര്യം ചിന്തിക്കുമ്പോൾ, അതിപരിശുദ്ധ സ്ഥലത്ത് വർഷത്തിൽ ഒരിക്കൽ വരുമ്പോൾ മഹാപുരോഹിതൻ ആദ്യം വന്ന് ധൂപം അർപ്പിക്കുകയാണെന്നുള്ളത് മുൻ മെസ്സേജുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ധൂപം അർപ്പിച്ച് തദനന്തരം താൻ അവിടെ രക്തം തളിച്ച് അങ്ങനെ ആ ശുശ്രൂഷകൾ പൂർത്തീകരിക്കുന്ന കാര്യം നമുക്കറിയാം. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊണ്ടുവരുമ്പോൾ ആദ്യം യാഗം, ദെൻ ധൂപമാണ്. യാഗപീഠത്തിൽ യാഗം അർപ്പിച്ച് യാഗരക്തം വിശുദ്ധ സ്ഥലത്ത് തളിച്ചിട്ട് അവിടെ ധൂപാർപ്പണം നടത്തുന്നു. അതാണല്ലോ ദിവസേനയുള്ള പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഡെയിലി പ്രോഗ്രാം അങ്ങനെയാണ്. അപ്പൊ അതിലെ സീരിയസ് ആയ ശുശ്രൂഷ എന്ന് പറയുന്നത് ടാബർനാക്കിളിലെയോ യെരൂശലേം ദേവാലയത്തിലെയോ ഏറ്റവും സീരിയസ് ആയ ഭയഭക്തിയിൽ ആ ശുശ്രൂഷകൾ പൂർത്തീകരിക്കുക എന്ന് പറയുന്നത് ധൂപാർപ്പണമാണ്. പഴയ നിയമത്തിലെ ധൂപാർപ്പണത്തിന് അത്ര ഗൗരവമാണ്. ആ ധൂപാർപ്പണത്തിന്റെ സമയത്ത് പുരോഹിതന്മാര് ധൂപവർഗം
ധൂപപീഠത്തില് അർപ്പിച്ചതിന് ശേഷം അവർ ഒരടി പിന്നോട്ട് മാറി അവിടെ ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണ് ഇരു കരങ്ങളും ദൈവസന്നിധിയിൽ മലർത്തിപ്പിടിച്ച് കിടക്കുന്ന ഒരു കിടപ്പുണ്ട്. ഇസ്രായേലിലെ സാമാന്യ ജനമൊക്കെ അവർക്ക് അനുവദിച്ചിട്ടുള്ള പ്രാകാരത്തിൽ അവരും അതുപോലെ തന്നെയാണ് നെടുമ്പാട് വീണ് കിടക്കുന്നത്. മലന്ന് കിടക്കുകയല്ല. ഇപ്പൊ ചില ഉദേശിമാരൊക്കെ ഇങ്ങനെ ടച്ച് എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ മലന്ന് വീഴുന്ന കണ്ടിട്ടില്ലേ? അങ്ങനത്തെ പരിപാടിയല്ല. ഇത് ദൈവസന്നിധിയിൽ ഭയഭക്തി നിമിത്തം നെടുമ്പാട് വീണ് കിടക്കുകയാണ്. അങ്ങനെ വീഴുമ്പോൾ ഇരു കരങ്ങളും ദൈവസന്നിധിയിൽ മലർത്തി പിടിക്കുകയാണ്. നിന്റെ സന്നിധിയിൽ ഒന്നും ഒളിക്കാനില്ല, മറയ്ക്കാനുമില്ല. സകലതും അറിയുന്നവന്റെ മുമ്പാകെ, ഹൃദയങ്ങളെയും നിലവുകളെയും അറിയുന്നവന്റെ മുമ്പാകെ ഞാൻ വന്നിരിക്കുന്നു എന്ന ബോധ്യമാണ് അവിടെ അവരെ ഭരിക്കുന്നത്. അതിനെക്കുറിച്ച് പിന്നത്തേതിൽ യെശയ്യാവ് പറഞ്ഞത് ഓർമ്മയില്ലേ? നിങ്ങൾ കൈകളെ മലർത്തുമ്പോൾ ഞാൻ കണ്ണ് മറയ്ക്കുമെന്ന്. നിങ്ങൾ എന്റെ സന്നിധിയിൽ കടന്നു വന്ന് കൈകളെ മറയ്ക്കുമ്പോൾ ഞാൻ കണ്ണ് മറയ്ക്കുമെന്ന്. അതേ ചാപ്റ്ററിൽ തന്നെയാണ് എഴുതിയിരിക്കുന്നത് ധൂപം എനിക്ക് വെറുപ്പാകുന്നു എന്ന്. സൈന്യങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് ഏറ്റവും സ്വീകാര്യമായിട്ടുള്ളത് ധൂപമാണ്. എന്നാൽ ഇപ്പൊ അവിടെ പറയുകയാണ് ധൂപം എനിക്ക് വെറുപ്പാകുന്നു എന്ന്. അതിന്റെ കാരണം എന്താ? അതൊന്നും ചട്ടപ്രകാരമല്ലെന്നേ, ക്രമപ്രകാരമല്ല, വ്യവസ്ഥ പ്രകാരമല്ല. അവർക്ക് ബോധിച്ചതുപോലെ അവർ കാര്യങ്ങളെ ചെയ്യുന്നു. ആ കാരണത്താൽ ധൂപം എനിക്ക് വെറുപ്പാകുന്നു എന്നാണ് അവിടെ പറയുന്നത്. അന്ന് വിശുദ്ധ പ്രവാചകന്മാരിലൂടെ ആ നിലയിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നും പുതിയ നിയമത്തിന്റെ പ്രവാചകന്മാരുണ്ട്. ഇപ്പൊ പലരും ചിന്തിക്കായിരിക്കും അവരെവിടെയാ ഒന്ന് പറയാവോന്ന്. അയ്യോ, കണ്ടുകിട്ടാനില്ലെന്നുള്ളതൊരു സത്യമാണ്. പ്രവാചകന്മാരെ അധികം കണ്ടുകിട്ടാനില്ലെങ്കിലും വേണ്ടില്ല. കൃപാവര പ്രാപ്തരായവരുണ്ട്, പ്രവചന വരവുള്ളവരുണ്ട്. ആ വരമുള്ള ആൾക്കാരെവിടെയാ? അവരെയും കണ്ടുകിട്ടാനില്ല നേരെ ജോവിന്. അപ്പൊ ഈ കാണുന്നതൊക്കെയോ അതൊക്കെ ഏതോ ആത്മാവിൽ എന്തോ പ്രാപിച്ചിട്ട് വന്ന് ശരിയാക്കി തരാം എന്ന് പറയുന്ന ആൾക്കാരാണ്. അല്ലാതെ യഥാർത്ഥ പ്രവാചകനാകട്ടെ, പ്രവചന വരം കൈകാര്യം ചെയ്യുന്നവരാകട്ടെ, അവര് ദൈവജനത്തെ ആ ട്രാക്കിലേക്ക് കൊണ്ടുവരും, യഥാർത്ഥ പാതയിലേക്ക് കൊണ്ടുവരും, അവരെ ഉത്സാഹികളാക്കിക്കും, അവരെ ദൈവഭയമുള്ളവരാക്കി ദൈവത്തിന്റെ പ്രമാണങ്ങളെ പാലിക്കാൻ പാകത്തിന്, അനുസരിക്കാൻ പാകത്തിന്, സന്നദ്ധി ബോധത്തോടു കൂടി ജീവിക്കാൻ പാകത്തിന് പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഈ കൃപാവരം കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നിങ്ങളെ ഇവിടെ കോടീശ്വരന്മാരാക്കുന്നു, നിങ്ങളെ എന്തൊക്കെയോ ആക്കൂ എന്നൊക്കെ പറയുന്ന അതൊക്കെ വെറുതെ നമ്മളെ ആക്കുന്ന പരിപാടിയാണ്. ഒടുക്കമേ ഈ പറഞ്ഞ പുള്ളിയും ഈ കേട്ട പുള്ളിയും കേട്ട് തലയാട്ടുകയും സന്തോഷിക്കുകയും ചെയ്തവനെല്ലാം കുഴിക്കകത്തേക്ക് പോകും. അത്രയേ ഉള്ളൂ. യഥാർത്ഥ ശുശ്രൂഷ എന്തെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പം അവിടെ പ്രവാചകന്മാരെ വിട്ടിട്ട് ദൈവം തന്റെ ജനത്തെ യഥാസ്ഥാനപ്പെടുത്തുവാൻ ആഗ്രഹിച്ച കണ്ടില്ലേ? അവരുടെ ശുശ്രൂഷകളിൽ ദൈവത്തിന് പ്രസാദമില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിലെ കാര്യം ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതൊക്കെ തത്തുല്യമായൊരു കാര്യമുണ്ട്. മലാക്കിയുടെ പുസ്തകത്തില് 1-ാം അധ്യായത്തില് ആരെങ്കിലും എന്റെ ആലയത്തിന്റെ വാതിലൊന്ന് അടയ്ക്കാമോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അവിടെ. എന്റെ ആലയത്തിന്റെ വാതിൽ ആരെങ്കിലും ഒന്ന് അടയ്ക്കാമോ എന്ന്. അയ്യോ, അതിന്റെ വാതിലുകൾ അടയ്ക്കാൻ പാടില്ല, ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. പക്ഷെ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അടയ്ക്കണമെന്നുള്ള ഉദ്ദേശത്തിലല്ലല്ലോ. പകരം നിങ്ങൾ എന്തുകൊണ്ട് വ്യവസ്ഥ പ്രകാരം ജീവിക്കുന്നില്ല? എന്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും നിങ്ങൾക്ക് പദ്യമായി തീരുന്നില്ലല്ലോ, അത് ഹൃദ്യമായി തീരുന്നില്ലല്ലോ. നിങ്ങൾ എന്തുകൊണ്ട് മുടന്നുള്ളതിനെയും ചട്ടമുള്ളതിനെയും ഉളുക്കിയതിനെയും ഒക്കെ കൊണ്ടുവന്ന് എന്റെ ബലിപീഠത്തിൽ ബലിയർപ്പിക്കുന്നു? നിങ്ങൾ എന്തുകൊണ്ട് ചട്ടമുള്ളതിനെയും മുടന്തുള്ളതിനെയും ഉളുക്കുള്ളതിനെയും പിന്നെ എന്താ ശോഷിച്ചിരിക്കുന്നതിനെയൊക്കെ കൊണ്ടുവന്ന് എന്റെ മേശമേൽ അർപ്പിക്കുന്നത് എന്തിനെന്നാ ചോദിക്കുന്നത്? മലാക്കിയുടെ പുസ്തകത്തിൽ അവിടെ പറയുന്ന മേശ എന്ന് പറയുന്നത് യാഗപീഠത്തെയാണ്, അഥവാ ഓൾട്ടറിനെയാണ് അത് കാണിക്കുന്നത്. മേശ എന്ന് പറയുമ്പോൾ വിശുദ്ധ സ്ഥലത്തിരിക്കുന്ന മേശയാണെന്നൊന്നും ധരിച്ചേക്കരുത്. ചില സമയത്ത് ചില വാക്കുകളൊക്കെ ഇങ്ങനെയൊക്കെ വരും, അത് ഓർമ്മയിലിരിക്കണം. അപ്പോ എന്റെ മേശയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കൊണ്ടുവരുവാൻ നിങ്ങളോട് ആര് പറഞ്ഞു എന്നാ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ആരെങ്കിലും എന്റെ ആലയത്തിന്റെ വാതിലൊന്ന് അടച്ചായിരുന്നെങ്കിൽ എന്ന് പറയുന്നത്. മലാക്കിയുടെ പുസ്തകം കഴിയുമ്പോൾ പിന്നൊരു പുസ്തകം നമ്മൾ തുറക്കുന്നത് എവിടെയാ? മത്തായിയുടെ സുവിശേഷം. സുവിശേഷങ്ങൾ എഴുതിയിരിക്കുന്ന പുസ്തകത്തിന്റെ അധ്യായങ്ങളെല്ലാം അവസാനിക്കുന്ന സമയത്ത് പുതിയ നിയമം വെളിപ്പെടുകയാണ്. നമ്മുടെ കർത്താവിന്റെ ക്രൂശുമരണവും പിന്നീട് ദൈവസഭയുടെ വെളിപ്പാടുകളൊക്കെ നമ്മൾ കാണുകയാണ്. അടുത്ത പുസ്തകം എന്ന് പറയുന്ന അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകമാണ്. ദൈവസഭ അവിടെ ചലിച്ചു തുടങ്ങിയാണ്. അങ്ങനെ ദൈവസഭ മുൻപോട്ട് പോകുമ്പോൾ ഈ പറയപ്പെട്ട ശുശ്രൂഷകളെല്ലാം കണ്ടിന്യൂ ചെയ്യുകയാണ്, തുടരുകയാണ്. ശുശ്രൂഷകൾക്ക് ഒന്നും അമാന്തം വരുന്നില്ല. അങ്ങ് ഹോരേബി വെച്ച് കൊടുത്ത പ്രമാണപ്രകാരം സമാഗമന കൂടാരത്തിൽ ആരംഭിച്ച ശുശ്രൂഷകള് അനുസ്യൂതം കാഹളം ധ്വനിക്കുന്നവരെ അത് തുടരണം. യാഗാർപ്പണം, ധൂപാർപ്പണം, ഇതെന്തെങ്കിലും മാറ്റിവെക്കാൻ പറ്റുമോ? ഇതെല്ലാം കാഹളം ധ്വനിക്കുന്നത് വരെയുണ്ട്.
യേശുക്രിസ്തു ഈ ഭൂമി വന്ന ന്യായപ്രമാണത്തിന്റെ ഡിമാൻഡുകളെ നിവർത്തിച്ചു. അക്ഷരികമായ ശുശ്രൂഷകൾക്ക് പരിസമാപ്തി വരുത്തി. ലിറ്ററൽ ആയിട്ടുള്ള ആ ബലികളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് പുതിയൊരു ക്രമം ആരംഭിച്ചു. ആ പുതിയ ക്രമത്തിലേക്ക് വരുമ്പോഴും അവിടെയും ബലികളുണ്ട്, ഇല്ലേ? പുതിയ നിയമത്തിൽ എത്രയോ ബലികളെ കുറിച്ച് പറയുന്നു. നാം നമ്മുടെ ജീവിതം തന്നെ ബലിയായിട്ട് അർപ്പിക്കണമെന്നല്ലേ റോമാലേഖനം 12-ാം അധ്യായത്തിൽ പറയുന്നത്. എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ അധരബലം എന്ന സ്തോത്രബലി അർപ്പിക്കണമെന്നല്ലേ പറയുന്നത്. നന്മ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പോഴും അതൊരു ബലിയായിട്ടാണ് പരിഗണിക്കുന്നത്. കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ, കൊടുക്കുന്ന കാര്യത്തോടുള്ള ബന്ധത്തിലും അത് സുഗ്രാഹ്യമായൊരു യാഗം എന്നുള്ള നിലയിലാണ് പരിഗണിക്കുന്നത്. അങ്ങനെ പലവിധമായ ബലികളും കാര്യങ്ങളും പുതിയ നിയമത്തിലുണ്ട്. ധൂപത്തോടുള്ള ബന്ധത്തിലോ, ധൂപാർപ്പണം ഏറ്റവും ഗൗരവവും സീരിയസുമായ കാര്യമാണ്. ആ ധൂപാർപ്പണം നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയെ കാണിക്കുന്നു, ഇന്റർസെസറി പ്രയറിനെ. ദെൻ ആത്മാവിലുള്ള ആരാധനയെ കാണിക്കുന്നു. ആത്മാവിലുള്ള ആരാധനയെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഈ രണ്ട് കാര്യങ്ങൾക്കും എന്തെങ്കിലും മുടക്കം വരാൻ പറ്റുമോ? ഹോരേബിൽ തുടങ്ങിയത് കാഹളം ധ്വനിക്കുന്നത് വരെ തുടരണം. അത് തുടർമാനമായൊരു പ്രക്രിയയാണ്. പഴയ നിയമത്തിൽ സമാഗമന കൂടാരവും യെരൂശലേം ദേവാലയവും ഉണ്ട്. ഈ രണ്ട് സ്ഥലത്തുമുള്ള ശുശ്രൂഷകൾ ഒന്ന് തന്നെയാണ്. എന്നാൽ പുതിയ നിയമ ആലയമായ സഭയാമാലയത്തിലേക്ക് വരുമ്പോൾ ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം ലിറ്ററൽ അല്ല, അതെല്ലാം ആത്മീയമായിട്ടാണ് പരിഗണിക്കുന്നത്. അവിടെ അക്ഷരികമായിട്ടാണ് കാര്യങ്ങളെ ചെയ്യുന്നതെങ്കിൽ ഇവിടെ ആത്മീയമായ കാര്യങ്ങളാണ് ചെയ്യുന്നത്. അവിടെ ഇസ്രായേൽ ജനം കാളകളെയും ആടുകളെയും കൊണ്ടൊക്കെ യാഗം അർപ്പിക്കാൻ വരുമ്പോൾ ഇവിടെ നമ്മൾ അധരാർപ്പണമായ കാളകളെയാണ് അർപ്പിക്കുന്നത്. ഇവിടെ നമ്മൾ ദൈവസന്നിധിയിൽ അർപ്പിക്കാൻ കൊണ്ടുവരുന്ന ആടുകളാകട്ടെ കാളകളാകട്ടെ ഇതെല്ലാം പുൽപ്പുറങ്ങളിൽ മേഞ്ഞ് കൊഴുത്തു തടിച്ച ഊനമില്ലാത്തതായ കാളകളെ ആയിരിക്കണം കൊണ്ടുവരേണ്ടത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ. പഴയ നിയമത്തിലെ കാര്യം ഞാൻ പറഞ്ഞത്. പഴയ നിയമത്തിലെ കാര്യം എന്താ പറഞ്ഞത്? അവര് ബോധിച്ചതുപോലെ ചട്ടുള്ളതിനെയും ഉണന്നുള്ളതിനെയും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ അതൊക്കെ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അതിനൊന്നും വലിയ വില കിട്ടില്ല. അപ്പൊ നല്ല തടിച്ചതും ഊനമില്ലാത്തതും ബലമുള്ളതും ഒക്കെയായ ആ ആടുകളെയൊക്കെ ചന്തയിൽ കൊണ്ടുപോയി വിറ്റിട്ട് അതിന്റെ ചില്ലറ പോക്കറ്റ് ഇടും. എന്നിട്ട് പൊട്ടും പൊടിയും ഒക്കെ ആയത് തിരിവൊക്കെ ആയ സാധനങ്ങള് അതിനെല്ലാം ഉന്തി തള്ളിക്കൊണ്ട് വരും. ഉന്തി തള്ളിക്കൊണ്ട് വന്നിട്ട് പുരോഹിതന്റെ കയ്യിലേക്ക്. പുരോഹിതന് ഇവനൊക്കെ ഒരു കൈയാന്നേ, അത് കൊള്ളാം. യവന്മാരെല്ലാം ഒരു കൈയാണ്. അവർ രണ്ടു കൂട്ടരും കൂടി അങ്ങ് ചിന്തിക്കുകയാണ്, ഇപ്പൊ തൽക്കാലം ഇങ്ങനെയൊക്കെ മതി, ഇപ്പൊ ഉള്ളതുപോലെയൊക്കെ അങ്ങ് പോട്ടെ എന്നൊക്കെയാണ് അവരന്ന് ചിന്തിച്ചത്. അതുപോലെ തന്നെയാണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ക്വാളിറ്റി ടൈം പല കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ മാറ്റിവെച്ചിട്ട് പല കാര്യത്തിലും നമ്മൾ എൻഗേജ്ഡ് ആണല്ലോ. അതുകൊണ്ട് നമുക്ക് പുൽപ്പുറങ്ങളിലൂടെ മേയാനായിട്ട് സാവകാശം കിട്ടാറില്ല. മേയാൻ സമയം കിട്ടിയിട്ട് വേണ്ടേ? പുൽപ്പുറത്തിൽ മേഞ്ഞ് ഇളംപുല്ലുകളെ തിന്ന് അതുപോലെ ആ തെളിനീരുറവയിൽ നിന്ന് കുടിച്ച്, ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞു കിടക്കുകയാണ്, അത് തെളിനീരാണ്, അതിലിറങ്ങി ഈ ഭക്ഷിച്ചതൊക്കെ ദഹിക്കാൻ പാകത്തിന് കുടിച്ച് അങ്ങനെ ആ ഒരു ബലത്തോടെ വേണം കടന്നു വരാനായിട്ട്. അതാ ഞാൻ പറഞ്ഞത്, ഉന്തി തള്ളി കൊണ്ടുവന്ന ഒരു സ്വോത്രം കണ്ടിട്ടില്ലേ? നമ്മളിങ്ങനെ ഈ എയർപോർട്ടിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ അവിടെ ട്രോളി കണ്ടിട്ടില്ലേ? ആ ട്രോളിയിൽ നമ്മുടെ സാധനമൊക്കെ എടുത്ത് പൊക്കി വെച്ചിട്ട് ഇങ്ങനെ തള്ളി കൊണ്ടുപോകും. അങ്ങനെ നമ്മള് 10 മണിയാകുമ്പോഴത്തേക്കും തള്ളി കൊണ്ടുവരും ഒരു സ്വോത്രത്തെ. 1-2 സ്വോത്രം കാണും, അല്ലെങ്കിൽ 2-3 സ്വോത്രം അല്ലെങ്കിൽ കാണും. അതിങ്ങനെ തള്ളി കൊണ്ടുവന്നിട്ട് എന്നാ പിടിച്ചോളാൻ പറയും. പിന്നെ എന്നാ പിടിച്ചോളാൻ പറയുമ്പോഴത്തേക്ക് അങ്ങ് പിടിക്കാനിരിക്കുകയല്ലേ. നിങ്ങളുടെ ഉപദേശി പ്രസാദിക്കുന്നുണ്ടെന്ന് കരുതി സ്വർഗത്തിലെ ദൈവം അതിലൊന്നും പ്രസാദിക്കില്ലെന്ന്. നീ പറയുന്ന സ്തോത്രമാകട്ടെ, നിന്റെ ആരാധനയാകട്ടെ, നീ ഈ സമയം ചെലവഴിച്ചിട്ടുണ്ടോ ഇല്ലയോ, നീ പുൽപ്പുറങ്ങളിൽ മേഞ്ഞിട്ടാണോ സഭായോഗത്തിന് വരുന്നതെന്നുള്ളത് സ്വർഗത്തിലെ ദൈവത്തിന് അറിയാൻ പാടില്ലേ? ഞാൻ ഇന്നലെ എന്റെ മകനോട് പറയായിരുന്നു, നീ നാളെ ദൈവത്തെ ആരാധിക്കേണ്ടവനാണോ? നീ എന്താ ഈ മാന്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു. അല്ലല്ലോ, നീ എന്താ ഈ തോണ്ടിക്കൊണ്ടിരിക്കുന്നത്? ഈ തോണ്ടിയിട്ടാണോ നീ നാളെ ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്ന് പറയാൻ പോകുന്നത്? അങ്ങനെ വൈബ്രേഷൻ ഒന്നും ഇട്ടാ പേടിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. നിങ്ങൾ പറയുന്ന സ്തുതി സ്തോത്രങ്ങളില് അതിന് കരുത്തുണ്ടോ ഇല്ലയോ എന്നുള്ളത്, അതിനകത്ത് ജീവനുണ്ടോ എന്നുള്ളത് ഉടയവൻ അറിയാമെന്നേ. അവന്റെ സന്നിധിയിലേക്ക് വെറും കയ്യാലെ വരരുന്ന വചനമുണ്ട്. വളരെ സീരിയസ് ആയ വാക്യമാണത്. വെറും കയ്യാൽ ഒരു കുഞ്ഞും വരാൻ പാടില്ല. എങ്ങനെയാ അപ്പൊ വരേണ്ടത്? ഞാൻ പറഞ്ഞതുപോലെ ട്രോളി കയറ്റി വെച്ചിട്ട് തള്ളിക്കൊണ്ട് വരുന്ന പോലെയാണോ വരേണ്ടത്?
അത് വലിയ ഒരുക്കത്തോടെയാണ് വരേണ്ടത്, വലിയ ഒരുക്കത്തോടെ. ഈ കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇസ്രായേലിൽ പോയി. അങ്ങേര് ഇസ്രായേലിൽ ചെല്ലുന്നതിന് മുമ്പ് തന്നെ ഇസ്രായേലിൽ മുഴുവനും അവിടുത്തെ ആൾക്കാർ പറഞ്ഞു ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരുന്നു എന്ന്. പ്രോട്ടോകോൾ എല്ലാം മാറ്റിവെച്ചിട്ട് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി എയർപോർട്ടിൽ വന്നിട്ട് ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററെ സ്വീകരിച്ചു. ബഹുമാനം, ആദരവാണത് കാണിക്കുന്നത്. അതുപോലെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ സന്നിധിയിലേക്ക് വരുമ്പോൾ വെറും കയ്യാലെ വരരുന്ന് മുൻകാല പ്രവാചകന്മാർ മുതൽ എല്ലാവരിലൂടെയും പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ ദൈവത്തെ എതിരേൽപ്പാൻ പാകത്തിന് ആ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് സന്നിധി ബോധത്തോടെ കടന്നു വരുന്ന ഒരുവൻ എവിടെയോ ഇങ്ങനെ തപ്പി നോക്കിയപ്പോ ഒരു ബൈബിള് കണ്ടു. ആ ബൈബിള് എടുത്തോണ്ട് ശരി അല്ലേലിയ അല്ലേലിയ എന്ന് പറയാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ നിനക്ക് ഈ ദൈവത്തെക്കുറിച്ച് വല്ല പിടിയുണ്ടോ? ഈ തേജോമയനായ ദൈവത്തെക്കുറിച്ച് എന്ത് ബോധ്യമുണ്ട് പെന്തിക്കോസുകാരാ നിനക്ക്? നിന്നെ ഇതൊന്നും ആരും പഠിപ്പിക്കുന്നില്ലാത്തോണ്ടല്ലേ വിഷയം. നിന്റെ ഉദയജിമാരെല്ലാം പഠിപ്പിക്കുന്ന എന്താ? ദൈവ സ്നേഹമാകുന്നു. അല്ല, നമ്മളും അങ്ങനെ തന്നെ പഠിപ്പിക്കുന്നവരാ. അതേസമയം അതിനൊരു മറുസൈഡ് ഉണ്ടെന്നേ. അവിടുന്ന് നീതിപതിയായ ന്യായാധിപതിയാണ്. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവമാണ്. അങ്ങനെ മാറ്റങ്ങളൊന്നുമില്ല. തന്റെ സ്വഭാവം താൻ ത്യജിച്ചു കളയുന്നില്ല. തന്റെ മഹത്വം ഉരിഞ്ഞു കളയുന്നുമില്ല. ഒരു സമയത്ത് തന്റെ മഹത്വം മറച്ചു വെച്ചു നമ്മുടെ മുമ്പിൽ എന്ന് മാത്രം. അത് നമ്മുടെ നടുവിലൂടെ നടക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഇത്രയും വിസ്തരിച്ച് പറഞ്ഞ എന്താന്ന് മനസ്സിലായോ? ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് എത്ര പ്രിഷ്യസ് ആണ്, അപ്പോൾ തന്നെ എത്ര സീരിയസ് ആണ്. ഇത് രണ്ടും തിരിച്ചറിയണം. ഇത് രണ്ടും നമ്മൾ തിരിച്ചറിയണം. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് ധൂപാർപ്പണവുമായി ബന്ധപ്പെട്ട അതിന്റെ ഗൗരവമാണ്. നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അവിടെയും ഇത് തുടരുകയാണ്. ഓരേബ് മുതൽ തുടങ്ങിയത് കാഹളം ധരിക്കുന്നവരെ ഇതെല്ലാം തുടരുകയാണ്. അപ്പൊ ഇസ്രായേലിന്റെ ലൈഫ് നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ അതേ കാര്യം തന്നെ ചെയ്യുന്നവരാണ്. നമ്മൾ ചെയ്യുമ്പോൾ ദൈവത്തിന് അതിൽ പ്രസാദം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമ്മൾ തന്നെ ആരായണം, നമ്മൾ തന്നെ ശോധന ചെയ്യണം. നമ്മൾ ആർക്കാണ്ടുക്കും വേണ്ടി ഓക്കാനിക്കുന്ന പോലെ ഓരോന്നൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൽ ദൈവം പ്രസാദിക്കുമോ ഇല്ലയോ എന്നുള്ളത് നാം തന്നെ സ്വയശോധന ചെയ്യണം. എനിക്ക് മനസ്സിലായിടത്തോളം പ്രസാദിക്കില്ലെന്നുള്ളതാണ്. അതിന്റെ കാരണം എന്നാ? അങ്ങനെ പ്രസാദിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലെ ദൈവം ഇസ്രായേലിനോടുള്ള ക്ഷമയൊക്കെ പറയേണ്ടി വരും. അത് കൊള്ളാം, ഞങ്ങൾ ഈ പെന്തിക്കോസുകാരുടെ അത്രേ ഉദാസീനരല്ലായിരുന്നല്ലോ, എന്നിട്ട് ഞങ്ങളോട് പ്രസാദിച്ചില്ല. പിന്നെ ഈ ഉദാസീനതയോടെ കൈകാര്യം ചെയ്യുന്ന പെന്തിക്കോസുകാരോട് പ്രസാദിക്കുന്ന എന്താന്ന് ചോദിക്കില്ലേ അവര്? അതിനുള്ള ഇട ദൈവം കൊടുക്കില്ല. മനസ്സിലാക്കുക, അവിടെ അവർക്ക് സംഭവിച്ചെന്താ? അവര് ദൈവസാന്നിധ്യം അനുഭവിച്ചില്ല. ആ കൂട്ടായ്മയുടെ മാധുര്യത്തിൽ നിന്ന് അവർക്ക് അകന്നു പോകേണ്ടി വന്നു. പിന്നീട് അവർ പ്രവാസത്തിൽ പോയി എന്നല്ലേ സഹോദരങ്ങളെ നമ്മൾ കാണുന്നത്. തന്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും ആചരിച്ച് അതിന്റെ ഗൗരവത്തിൽ സഞ്ചരിക്കാത്തത് കൊണ്ട് ഇസ്രായേലിന് പ്രവാസമാണ് കൽപ്പിച്ചത്. പ്രവാസം എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്താ അർത്ഥമാക്കുന്നത്? ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകുന്ന ഒരു പോക്കല്ലേ അത്? ഇസ്രായേൽ യെരുശലേമിൽ നിന്ന് ബാബേലിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? യെരുശലേമിലാണ് യാഗപീഠം ഇരിക്കുന്നത്, യെരുശലേമിലാണ് പെട്ടകം ഇരിക്കുന്നത്, അവിടെയാണ് ദൈവത്തിന്റെ സാന്നിധ്യം. യാഗപീഠത്തിൽ നിന്ന് പെട്ടകത്തിലേക്കാണ് എത്തിച്ചേരേണ്ടത്. ബാബേലിൽ ഇത് വല്ലതും ഉണ്ടോ? അവിടെ പാട്ട് പാടാൻ പറഞ്ഞ് എങ്ങനെ പാടുന്ന ഈ പറയുന്നത്? അതല്ലേ സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഇവിടെ ഞങ്ങൾ എങ്ങനെ സിയോന്റെ ഗീതങ്ങൾ പാടൂന്നാ ചോദിക്കുന്നത്. അവിടെ സന്തോഷത്തോടെ പാടാൻ കഴിയില്ലെന്നുള്ളത് നമുക്ക് അറിയാമെന്നേ. എന്തിനാ നിങ്ങൾ ബാബേലിലേക്ക് പോയത്? നിങ്ങൾക്ക് ബാബേലിലേക്ക് പോകേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. നിങ്ങൾ മര്യാദയ്ക്ക് ദൈവവചനപ്രകാരം ജീവിച്ചു മുൻപോട്ട് പോവുകയായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പ്രവാസത്തിന്റെ അവസ്ഥ ഉണ്ടാകില്ലായിരുന്നു. പകരം നിങ്ങൾ പ്രമാണം അനുസരിച്ച് മുൻപോട്ട് പോയിരുന്നെങ്കിൽ അബ്രഹാമിനോട് കൊടുത്ത വാഗ്ദത്ത പ്രകാരം, ആ ഉടമ്പടി പ്രകാരം ദൈവം നിങ്ങളെ പൊന്നുപോലെ സൂക്ഷിച്ചു കൊണ്ടു നടക്കില്ലായിരുന്നു. നിങ്ങളെ ചട്ടം പഠിപ്പിക്കേണ്ടതുണ്ടായിരുന്നു. അതിനാണ് ചിലതൊക്കെ ജീവിതത്തിൽ അനുവദിക്കുന്നത്. ഇസ്രായേലിന്റെ ജീവിതത്തിൽ ചിലത് അനുവദിച്ചില്ലേ? ചിലതൊക്കെ അനുവദിച്ചില്ലേ? ആ കാര്യങ്ങളാണ് ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിലും അതുപോലെ 2 ദിനവൃത്താന്ത പുസ്തകത്തിന്റെ ഒടുവിലും നമ്മൾ കാണുന്നത്. സ്ത്രീകളെയും പുരുഷന്മാരെയും കുഞ്ഞുങ്ങളെയും വൃദ്ധരെയും ഒന്നും ആദരിക്കാത്ത ഉഗ്രന്മാരായ ജാതികളുടെ നടുവിലേക്ക് ഞാൻ നിങ്ങളെ അയക്കുമെന്ന്, അവർക്ക് നിങ്ങളോട് ഒരു അലിവും ഉണ്ടാകില്ലെന്ന്. പ്രവാസത്തെ കുറിച്ച് പറയുമ്പോൾ എന്റെ ഉള്ളിൽ അതാ വരുന്നത്. ഉഗ്രന്മാരുടെ നടുവിലേക്കാണ് ഇസ്രായേൽ കടന്നുപോയത്, ബാബേലിലേക്ക്. എന്നുവെച്ചാൽ ദൈവസാന്നിധ്യത്തിൽ നിന്ന് അകന്നുപോയില്ലേ?
ദൈവസാന്നിധ്യം അനുഭവിക്കാതെ മറ്റൊരു ദേശത്തായി. ഇങ്ങനെയുള്ള പഠനങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് നമ്മൾ നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ആ ദൈവകൃപ നമ്മൾ ആസ്വദിക്കേണ്ടതുണ്ട്. വിശ്വാസത്തിൽ വർദ്ധിച്ചു വരേണ്ടതുണ്ട്. അതുപോലെ നമ്മുടെ പ്രത്യാശ ജ്വലിക്കേണ്ടതുണ്ട്. ഇതിനൊക്കെ വേണ്ടിയാണ് ഈ വിഷയങ്ങളൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ സമാഗമന കൂടാരത്തോടുള്ള ബന്ധത്തില് വിശേഷാൽ അതിപരിശുദ്ധ സ്ഥലത്ത് ഏതെല്ലാം ഉപകരണങ്ങളുണ്ട്, എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്നുള്ളതൊക്കെ പറഞ്ഞു. അവിടെ കുറച്ച് വിശദീകരണം കൂടുതൽ അങ്ങ് പറഞ്ഞു കളഞ്ഞു. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ അതിനകത്ത് പറയാനുള്ളത്, പെട്ടകത്തിനകത്ത് 3 കാര്യം പറഞ്ഞല്ലോ. ഒന്ന് അഹരോന്റെ തളിർത്ത വടിയെ കുറിച്ച് പറഞ്ഞു, പിന്നെ നിയമത്തിന്റെ കൽപ്പനയെ കുറിച്ച് പറഞ്ഞു. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പൊൻപാത്രത്തിലെ മന്നയാണ്, അല്ലെങ്കിൽ മന്ന ഇട്ട് വെച്ച പൊൻപാത്രം എന്ന് പറയും. ആ കാര്യത്തിലേക്ക് ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. പൊൻപാത്രത്തിലെ മന്ന, അതായത് ഈ പെട്ടകം എന്ന് പറയുന്നത്, പെട്ടകം ഖദിരമരം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ പെട്ടകത്തിന്റെ ചുറ്റും പൊന്ന് പൊതിഞ്ഞിരിക്കുകയാണ്. അതായത് മരം ഒന്നും പുറത്ത് കാണാതെ വണ്ണം അത് പ്യുവർ ഗോൾഡ് കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ്. അതിനകത്തേക്കാണ് ഈ പൊൻപാത്രം കൊണ്ടുവരുന്നത്. അപ്പൊ ഡബിൾ ലെയർ എന്ന് പറയുന്ന പോലെയാണ്. തേജസ്സിന്മേൽ തേജസ് ആണ് കാണിക്കുന്നത്. അതായത് പെട്ടകം പ്യുവർ ഗോൾഡ് കൊണ്ട് കവർ ചെയ്തെന്ന് പറഞ്ഞല്ലോ. അതിനകത്തേക്ക് ഡയറക്റ്റ് മന്ന കൊണ്ടുവന്ന് വെക്കുകയല്ല, പിന്നെയോ വീണ്ടും ഒരു പൊൻപാത്രത്തിലാണ് മന്ന കൊണ്ടുവയ്ക്കുന്നത്. ഈ പെട്ടകത്തിനകത്തിരിക്കുന്ന മന്ന വെച്ചിരിക്കുന്ന പാത്രം പൊൻപാത്രമാണ്. മന്ന ഇട്ടു വെച്ചിരിക്കുന്ന പാത്രം പൊൻപാത്രമാണെന്നുള്ളത് നമ്മൾ സാധാരണ പറയും. അങ്ങനെ അത് പൊൻപാത്രമാണെന്ന് എഴുതിയിരിക്കുന്ന എവിടെയാ സഹോദരങ്ങളെ? മന്നായുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പുറപ്പാട് പുസ്തകത്തിലും സംഖ്യാപുസ്തകത്തിലൊക്കെയാണ് ഉള്ളത്. ഈ പെട്ടകത്തിനകത്തിരിക്കുന്ന മന്ന പൊൻപാത്രത്തിലാണെന്ന് എഴുതിയിരിക്കുന്ന എവിടെയാണ്? ഓർക്കുന്നവരൊന്ന് പറയാവോ? എബ്രായർ 9:4 പറയുന്നുണ്ട് എന്നുള്ളത് ഇത്തിരി മുമ്പ് വായിച്ചത് നമ്മൾ കേട്ടു. അത് പുതിയ നിയമത്തിലല്ലേ? പഴയ നിയമത്തിൽ എവിടെയാണ്? മന്നായുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പഴയ നിയമത്തിലാണ്. അപ്പോ പഴയ നിയമത്തിൽ എവിടെയാണ് ഈ കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ കാര്യം മെൻഷൻ ചെയ്യുന്നത് എവിടെയാണ്? അതായത് സഹോദരങ്ങളെ, നമ്മൾ ഈ പെട്ടകവും പെട്ടകത്തിനകത്തിരിക്കുന്ന വസ്തുക്കളെ കുറിച്ചൊക്കെ ധ്യാനിക്കുമ്പോൾ അതിനകത്ത് 3 വസ്തുക്കൾ ഉണ്ടെന്ന് പറഞ്ഞു. അതിലൊന്നാണ് മന്ന. മന്ന ഇട്ടുവെച്ചത് പൊൻപാത്രത്തിലാണ്. ആ കാര്യം എഴുതിയിരിക്കുന്നത് പുതിയ നിയമത്തിൽ എബ്രായ ലേഖനം 9-ാം അധ്യായത്തിലാണ്. പഴയ നിയമത്തിൽ എങ്ങും അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്യുന്നില്ല. അതൊരു പാത്രത്തിൽ എടുത്തു വെക്കാനാണ് പറയുന്നത്. പൊൻപാത്രത്തിൽ എടുത്തു വെക്കണമെന്നൊന്നും പറയുന്നില്ല. അത് പുതിയ നിയമത്തിലാണ് കാണുന്നത്. അത് പുതിയ നിയമത്തിലാണ് കാണുന്നത്. എന്നാൽ യഹൂദ പാരമ്പര്യങ്ങളിൽ ആ കാര്യമുണ്ട്. അവർക്കറിയാം അവിടെ ഇരിക്കുന്ന പാത്രം ഒരു പൊൻപാത്രമായിരുന്നു എന്നുള്ളത്. എന്നാൽ ഈ വിഷയം പറയുന്നത് പുറപ്പാട് ദിവസം 16-ാം അധ്യായത്തിലാണ്. ആ 16-ാം അധ്യായം തുറന്നേ. എക്സോഡസ് ചാപ്റ്റർ 16 32-33 വാക്യം. 32-33 വാക്യം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്, യഹോവ കൽപ്പിക്കുന്ന കാര്യമാവിത്: ഞാൻ നിങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് മരുഭൂമിയിൽ ഭക്ഷിപ്പാൻ തന്ന ആഹാരം നിങ്ങളുടെ തലമുറകൾ കാണേണ്ടതിന് സൂക്ഷിച്ചു വെപ്പാൻ അതിൽ നിന്ന് ഒരിടങ്ങഴി നിറച്ചെടുക്കണം എന്ന് പറഞ്ഞു. അഹ്റോനോട് മോശ ഒരു പാത്രം എടുത്ത് അതിൽ ഒരു ഇടങ്ങഴി മന്നായിട്ട് നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി സൂക്ഷിപ്പാൻ യഹോവയുടെ മുമ്പാകെ വെച്ചുകൊള്ളുവിൻ എന്ന് പറഞ്ഞു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ അഹ്റോൻ അത് സാക്ഷ്യ സന്നിധിയിൽ സൂക്ഷിച്ചു വെച്ചു. എങ്ങനെയാ? യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ അഹ്റോൻ അത് സാക്ഷ്യ സന്നിധിയിൽ സൂക്ഷിച്ചു വെച്ചു. സാക്ഷ്യ സന്നിധിയിൽ സൂക്ഷിച്ചു വെച്ചെന്ന് പറഞ്ഞാൽ, സാക്ഷ്യ സന്നിധിയിൽ സൂക്ഷിച്ചു വെച്ചെന്ന് പറഞ്ഞാൽ അതിപരിശുദ്ധ സ്ഥലത്തിരിക്കുന്ന പെട്ടകത്തിനകത്ത് ഈ മന്ന ഒരു പാത്രത്തിൽ സൂക്ഷിച്ചു വെച്ചു എന്നേ അർത്ഥമുള്ളൂ. അത് എവിടെയാ വായിച്ചത്? 33-ാം വാക്യത്തിലാണ് കണ്ടത്. അഹ്റോനോട് മോശ ഒരു പാത്രം എടുത്തതിൽ ഒരു ഇടങ്ങഴി മന്ന ഇട്ട് നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി സൂക്ഷിപ്പിൻ. ഒരു പാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ പാത്രം എങ്ങനെയുള്ള പാത്രമാണെന്ന് കണ്ടതാണ് എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തില്. അതൊരു പൊൻപാത്രമായിരുന്നു. നോക്കണം, പെട്ടകം തനി തങ്കം കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ്. വീണ്ടും അതിനകത്തേക്കാണ് പൊൻപാത്രം കൊണ്ടുവരുന്നത്. അത് നമ്മുടെ കർത്താവിന്റെ മഹത്വത്തെയാണ് കാണിക്കുന്നത്. ഈ പുറപ്പാട് ദിവസം 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് മന്നായുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പറയുന്നത്. ഞാൻ ഈ മെസ്സേജ് പറഞ്ഞു തുടങ്ങുന്ന സമയത്ത് നിങ്ങളോട് പറഞ്ഞു,
നമ്മളുടെ ഇന്നത്തെ ധ്യാന വിഷയം എന്ന് പറയുന്നത് സമാഗമന കൂടാരത്തിന്റെ അതിവിശുദ്ധ സ്ഥലത്തിരിക്കുന്ന പെട്ടകത്തെക്കുറിച്ചും പെട്ടകത്തിനകത്ത് 3 പ്രധാനപ്പെട്ട വസ്തുക്കളുണ്ടെന്നും ആ 3 വസ്തുക്കളിൽ ഓരോന്നിനെ കുറിച്ചും നമുക്ക് ചിന്തിക്കേണ്ടതുണ്ടെന്നും പറഞ്ഞിരുന്നു. അതില് ഇന്ന് നമ്മൾ പുറത്തെടുക്കുന്നത് മന്നായാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഓടിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു മന്നായെ കുറിച്ച്. അത് തന്നെയല്ല നമ്മുടെ മറ്റ് മെസ്സേജുകളിലൊക്കെ മന്നായുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മുന്നമേ പറഞ്ഞിട്ടുണ്ട്. അതായത് മന്നയും കാടയും ഒക്കെ ചേർത്ത് വെച്ചൊക്കെയാണ് ആ മെസ്സേജുകൾ പറഞ്ഞു പോയിട്ടുള്ളത്. ഇവിടെ നമ്മൾ കാടയെ കുറിച്ചൊന്നുമല്ല പറയുന്നത്, മന്നയെ കുറിച്ച് മാത്രമാണ്. അപ്പോ ഈ മന്നായുമായി ബന്ധപ്പെട്ട് ചെറുതും വലുതുമായ ഒത്തിരി കാര്യങ്ങളുണ്ട്. സൂക്ഷ്മമായിട്ട് ഈ മന്നായെ കുറിച്ച് ചെറുതും വലുതുമായ ഒത്തിരി കാര്യങ്ങളെ പറയേണ്ടതുണ്ട്. മറ്റു മെസ്സേജുകളിലൊക്കെ നമ്മൾ പറയുമ്പോൾ ഇസ്രായേലിന് ദൈവം മന്ന കൊടുത്തു, മറു സൈഡിൽ അവർ കാട ചോദിച്ചു, അത് ദൈവസന്നിധിയിൽ കോപത്തിന് കാരണമായി. അതിന്റെ വിശദീകരണങ്ങളൊക്കെ അങ്ങനെയാ പോകുന്നത്. ഇവിടെ നമ്മൾ ഈ മന്നായെ സൂക്ഷിച്ചു നോക്കിയാണ്. അങ്ങനെ സൂക്ഷിച്ചു നോക്കുമ്പോൾ രാത്രികാലത്ത് മന്ന പൊഴിയാണ്. അത് ജനം പ്രഭാത സമയത്ത് പെറുക്കിയെടുക്കുകയാണ്. അതായത് പാളയത്തിൽ നമ്മൾ മന്നയെ കാണുന്നു, അപ്പോൾ തന്നെ പെട്ടകത്തിനകത്തും മന്നയെ കാണുന്നു. മന്ന എന്നുള്ളൊരു വിഷയം പറയുമ്പോൾ ഇത് രണ്ടും പറയണമല്ലോ. നമ്മൾ പെട്ടകത്തിനകത്തിരിക്കുന്ന വസ്തുക്കളെ കുറിച്ച് മാത്രം പറയുന്ന ശാഠ്യം പിടിക്കാൻ പറ്റില്ലല്ലോ. ആ മന്നയെ കുറിച്ച് പറയുമ്പോൾ 2 രീതിയിലല്ലേ ചിന്തിക്കേണ്ടത്. മന്ന പെട്ടകത്തിനകത്ത് വന്ന് പൊഴിയല്ലോ, മന്ന പാളയത്തിലാണ് പൊഴിഞ്ഞത്. ഇസ്രായേൽ ക്യാമ്പിന് നടുവിലാണ് മന്ന പൊഴിഞ്ഞത് രാത്രി സമയത്താണ്. അവർ പെറുക്കിയത് പ്രഭാത സമയത്താണ്. അങ്ങനെ ഇസ്രായേൽ ജനം പെറുക്കേണ്ടത് എത്രമാത്രം എന്നുള്ളതൊക്കെ അതിനകത്തുണ്ട്. 16-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത്, അതായത് എക്സോഡസ് ചാപ്റ്റർ 16 വേഴ്സ് 16, 16-ാം വാക്യത്തിൽ കാണുന്നത്, ഓരോരുത്തര് ഭക്ഷിക്കാവുന്നിടത്തോളം പെറുക്കിക്കൊള്ളുവിൻ, താന്റെ കൂടാരത്തിലുള്ളവരുടെ എണ്ണത്തിനൊത്തവണ്ണം ആളൊന്നിന് ഇടങ്ങഴി വീതം എടുത്തുകൊള്ളണമെന്ന് യഹോവ കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ആളൊന്നിന് ഇടങ്ങഴി എന്നുള്ളതാണ്. അതാ നമ്മൾ പറഞ്ഞത്. അവിടെ ഓമർ എന്ന് പറയുന്ന ഒരളവിനെയാണ് ഹീബ്രുവിൽ നമ്മൾ കാണുന്നത്. ഇപ്പൊ നമ്മുടെ മലയാള തർജ്ജിമയിലേക്ക് വരുമ്പോൾ പഴയ കാലത്തുള്ള അളവ് തൂക്ക ഉപകരണങ്ങളിൽ പെട്ടതാണ് നാഴി, ഇടങ്ങഴി, പറ എന്നൊക്കെ പറയുന്നത്. ഒരു വ്യക്തിക്ക് ഒരു ഇടങ്ങഴി എന്നുള്ള നിലയിൽ അവർക്ക് ശേഖരിക്കാം. വീട്ടിൽ 5 പേരുണ്ടെന്ന് പറഞ്ഞാൽ 5 ഇടങ്ങഴി അവർക്ക് ശേഖരിക്കാം. ആ 5 ഇടങ്ങഴി അവർക്ക് പ്രയോജനപ്പെടും. 6 ഇടങ്ങഴി ശേഖരിച്ചാലോ അത് മൊത്തത്തിൽ ക്രമിച്ചു പോകും. ആ പരിപാടിക്ക് പോകരുത്. അപ്പൊ അതിന്റെ വിശദീകരണങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ പറഞ്ഞു വന്നത്, പാളയത്തിൽ മന്ന പൊഴിഞ്ഞു കിടക്കുകയാണ്. പ്രഭാത സമയത്ത് അവര് അത് പെറുക്കുന്നു. പിന്നത്തേതിൽ അവരത് പ്രോസസ് ചെയ്ത് ഭക്ഷിക്കുന്ന കാര്യമൊക്കെ ഉണ്ട്. അതിലേക്ക് നമ്മൾ പറഞ്ഞു വരും. എന്നാലും നേരത്തോട് നേരം കഴിയുമ്പോൾ ഈ മന്ന ക്രമിച്ചു പോകുന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. പാളയത്തിലെ മന്ന, പാളയത്തിൽ അവർ ശേഖരിച്ച മന്ന എന്ന് പറയുന്നത് നേരത്തോട് നേരം കഴിയുമ്പോൾ ക്രമിച്ചു പോകും, അതായത് നശിച്ചു പോകും. അതേസമയം 16-ാം അധ്യായത്തിന്റെ 32-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു, നിങ്ങളുടെ തലമുറകൾ കാണേണ്ടതിന് സൂക്ഷിച്ചു വെപ്പാൻ അതിൽ നിന്ന് ഒരു ഇടങ്ങഴി നിറച്ചെടുക്കണം എന്ന് പറഞ്ഞു. ഇങ്ങനെ പാളയത്തിൽ പൊഴിഞ്ഞ മന്നായിൽ നിന്ന് ഒരു ഇടങ്ങഴി ഒരു പാത്രത്തിൽ അഹരോൻ എടുത്ത് അത് സാക്ഷ്യ സന്നിധിയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അത് തലമുറകൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ്, ഇസ്രായേലിന്റെ തലമുറകൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിച്ചേക്കാം. ചോദ്യം ഇത്രയേ ഉള്ളൂ, ഈ പൊൻപാത്രത്തിലേക്ക് കൊണ്ടുവന്ന മന്ന സാക്ഷ്യ സന്നിധിയിലാണല്ലോ കൊണ്ടുവരുന്നത്. അത് തലമുറകൾ കാണേണ്ടതിനെന്നല്ലേ നമ്മൾ വായിച്ചത്. അത് തലമുറകൾ എങ്ങനെ കാണും? പെട്ടകത്തിനകത്തല്ലേ ഈ പൊൻപാത്രത്തിൽ മന്ന വെച്ചിരിക്കുന്നത്. ആ പെട്ടകത്തിന്റെ മൂടി തുറന്നു നോക്കാൻ ബത്ശേമേശ്വർ എന്ന് ശ്രമിച്ചപ്പോ എന്താ അവിടെ സംഭവിച്ചത്? ഏതാണ്ട് 80,000 പേർക്ക് അടുത്തല്ലേ അന്ന് പട്ടുപോയത്. പെട്ടകത്തിന്റെ മൂടി തുറക്കാൻ മഹാപുരോഹിതന് പോലും അനുവാദമില്ല. അതൊരിക്കൽ അതിനകത്ത് വെച്ചാൽ വെച്ചതാണ്. പിന്നെ അത് തുറക്കാനായിട്ട് അവർക്ക് ആർക്കും അനുവാദമില്ല. പിന്നെ എങ്ങനെ കാണും? അതായത് ഈ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്നുള്ളത് മോശ അഹ്റോനോട് കൽപ്പിച്ചെങ്കിൽ ആ കാര്യങ്ങളൊക്കെ മോശ റെക്കോർഡാക്കി, അതൊക്കെ വിശുദ്ധ തിരുവെഴുത്തിന്റെ ഭാഗമാക്കി. ആ വിശുദ്ധ തിരുവെഴുത്ത് കൈകാര്യം ചെയ്യാനാണ് അവരുടെ നടുവിൽ ന്യായശാസ്ത്രിമാരെയൊക്കെ ആക്കി വെച്ചിരിക്കുന്നത്. ആ ന്യായശാസ്ത്രിമാര് ഈ തിരുവെഴുത്തുകളിൽ നിന്ന് ഇസ്രായേൽ ജനത്തിന്റെ കണ്ണിന്റെ മുമ്പിൽ അത് വരച്ചു വെച്ച് കൊടുക്കണം. അല്ലാതെ പെട്ടകം തുറന്നിട്ട് സൺഡേ സ്കൂൾ പിള്ളേരെ എല്ലാം കൂടെ കൊണ്ടുവന്നിട്ട് മക്കളെ നോക്കിക്കേ, ഇതാണ് പൊൻപാത്രത്തിൽ ഇരിക്കുന്ന മന്ന എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? സാധ്യമല്ല. അപ്പൊ അത് ഈ നിലയിലാണ് അവർക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയൂ എന്നാണ് എന്റെ ബോധ്യം. അപ്പൊ ഈ പുതിയ നിയമ കാലഘട്ടത്തിലേക്ക് വരുമ്പോഴോ
ഈ കാലഘട്ടത്തിലും ഇപ്പോഴ് സ്വർഗത്തിലെ ദൈവം ആക്കി വെച്ചിരിക്കുന്ന ന്യായശാസ്ത്രിമാര്, ആ ന്യായശാസ്ത്രിമാര് ജനത്തിന്റെ മുമ്പാകെ പെട്ടകത്തിലിരിക്കുന്ന പൊൻപാത്രത്തിലെ മന്ന അത് വെളിപ്പെടുത്തി കൊടുക്കണം, അതിന്റെ ആഴങ്ങൾ, അർത്ഥങ്ങള്. അല്ലാതെ ഒന്ന് വെച്ചാൽ രണ്ട് കിട്ടും എന്നുള്ള പ്രസംഗം പ്രസംഗിച്ച് ആളുകളെ തുള്ളിപ്പിച്ച് ചാടിപ്പിച്ച് പോവുകയല്ല വേണ്ടത്. ഇസ്രായേലിന്റെ നിലനിൽപ്പിന് വേണ്ടി പൊഴിച്ച മന്നായാണിത്. ഈ മന്ന കൊണ്ടാണ് അവര് അവരുടെ മരിയാത്ര പൂർത്തീകരിക്കേണ്ടത്. ഈ യാത്രയിൽ അവരിൽ ഒരുവൻ പോലും ക്ഷീണിക്കില്ല, അവരുടെ പാദം തേയില്ല, അവരുടെ ഇടയിൽ രോഗികളോ ബലഹീനരോ ഉണ്ടാകില്ല. അവർ ഭക്ഷിക്കുന്നത് ശക്തിമാന്മാരുടെ അപ്പമാണ്, സ്വർഗത്തിൽ നിന്ന് വർഷിപ്പിച്ച അപ്പമാണത്. ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണ്, ദൈവത്തിന്റെ ആലോചനകളാണത്. അതിനെ മറികടന്നു പോകേണ്ട കാര്യമില്ല. അവരുടെ നിലനിൽപ്പിന് ആവശ്യമായ കാര്യങ്ങളെല്ലാം ആ മന്നയ്ക്കകത്തുണ്ട്. അപ്പൊ തലമുറകൾ കാണേണ്ടതിനത് സൂക്ഷിച്ചു വെപ്പിനെന്ന് പറയുമ്പോൾ ഈ ഒരു തലമുറ മാത്രമല്ലെന്നേ, വരാനുള്ള തലമുറയ്ക്ക് വേണ്ടി പലതും സ്വർഗത്തിലെ ദൈവം പ്രിസർവ് ചെയ്യും. വരാനുള്ളൊരു തലമുറയ്ക്ക് വേണ്ടി പ്രിസർവ് ചെയ്യും. പൊൻപാത്രത്തിലെ മന്ന അതുപോലൊരു കാര്യമല്ലേ. കരകവിഞ്ഞൊഴുകുന്ന യോർദാന്റെ നടുവിലേക്ക് പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ കാലെടുത്ത് വെച്ചപ്പോ യോർദാൻ രണ്ടായി വിഭജിക്കപ്പെട്ടു. അങ്ങനെ ഉണങ്ങിയ നിലത്തുകൂടെ ഇസ്രായേല് മറുകരയിലേക്ക് കടന്നു വന്നു. ആ സമയത്ത് യോശുവയോട് പറയാണ്, തലമുറകൾ കാണേണ്ടതിന് 12 കല്ലുകൾ എടുത്ത് മറുകര കൊണ്ടുവരണമെന്ന്. അവർ കടന്നു വരുന്ന സ്ഥലം ഗിൽഗാലാണ്. അങ്ങനെ അവർ യോർദാനിൽ നിന്ന് കരകയറി വരുന്ന ആ ഭാഗത്ത് 12 കല്ലുകൾ വെക്കണമെന്ന്. തലമുറകൾ കാണണമെന്ന്. തലമുറകൾ കാണണം, തലമുറകൾ ശ്രദ്ധിക്കണം. ഞങ്ങളുടെ ദൈവം ഞങ്ങളെ നടത്തിയ വഴികൾ, വിധങ്ങൾ അല്ലേ, തലമുറകൾ അറിയണ്ടേ. പെട്ടകത്തിലിരിക്കുന്ന 3 കൂട്ടം വസ്തുക്കളെ കുറിച്ച് പറയുമ്പോ ഒരു കാര്യം ഞാനങ്ങ് വിട്ടുപോയി. അതായത് അഹറോന്റെ തളിർത്ത വടി എന്ന് പറഞ്ഞ വടിയിലേക്ക് നോക്കുമ്പോ ആ വടി എന്താ വിളിച്ചു പറയുന്നത്? ഇസ്രായേലിന്റെ മത്സരമാണത് കാണിക്കുന്നത്, ഇസ്രായേലിന്റെ മത്സരം. അതുപോലെ നിയമത്തിന്റെ കൽപ്പനകളിലേക്ക് നോക്കുമ്പോ എന്താ കാണുന്നത്? അവരുടെ അനുസരണക്കേട് നിമിത്തം അത് ഉടയ്ക്കപ്പെട്ട കാഴ്ചയല്ലേ കാണുന്നത്. അവരുടെ അനുസരണക്കേട് നിമിത്തം, അവരുടെ അനുസരണക്കേടാണ് അവിടെ കാണിക്കുന്നത്. അതുപോലെ പൊൻപാത്രത്തിലെ മന്നയിലേക്ക് നോക്കുമ്പോ എന്താ കാണുന്നത്? ഇസ്രായേലിന്റെ പെറുപെറുപ്പാണ് അവിടെ കാണുന്നത്. ഓർത്തു വെച്ചേരെ. അഹറോന്റെ തളിർത്ത വടി എന്താ വിളിച്ചു പറയുന്നത്? മത്സരം. കോരയുടെ നേതൃത്വത്തിലുള്ള മത്സരം നമുക്കറിയാം. ജനറൽ ആയിട്ട് പറയുമ്പോൾ അവരുടെ മത്സരം എന്ന് പറയും. ആ സ്റ്റോൺ ടാബ്ലറ്റിലേക്ക് നോക്കുമ്പോ എന്താ കാണുന്നത്? താഴ്വരയിൽ അവർ കാളക്കുട്ടി ഉണ്ടാക്കി ദൈവത്തെ കോപിപ്പിച്ചു. അനുസരണക്കേട് നിമിത്തം ഉടയ്ക്കപ്പെട്ട കൽപ്പലകയാണത്. ഇസ്രായേലിന്റെ അനുസരണക്കേടാണ് വിളിച്ചു പറയുന്നത്. ഒടുക്ക എന്താ പറഞ്ഞത്? പൊൻപാത്രത്തിലെ മന്ന എന്താ കാണിക്കുന്നത്? പെറുപെറുപ്പ്. അത് ഈ 16-ാം അധ്യായത്തിൽ തന്നെ ഉണ്ടല്ലോ. പുറപ്പാട് ദിവസം 16-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ അവര് എലീമിൽ നിന്ന് സീൻ മരുഭൂമി വഴിയായി മുൻപോട്ട് വരികയാണ്. അങ്ങനെ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നത്, ആ മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളുടെ സംഘമൊക്കെയും മോശയ്ക്കും അഹറോനും വിരോധമായി പെറുപെറുത്തു. ഇസ്രായേൽ മക്കൾ അവരോട്, ഞങ്ങൾ ഇറച്ചിക്കലങ്ങളുടെ അടുക്കൽ ഇരിക്കുകയും തൃപ്തിയാകും വണ്ണം ഭക്ഷണം കഴിക്കുകയും ചെയ്ത് മിസ്രയീം ദേശത്ത് വെച്ച് യഹോവയുടെ കയ്യാൽ മരിച്ചിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു. നിങ്ങൾ ഈ സംഘത്തെ മുഴുവൻ പട്ടിണിക്കിട്ട് കൊല്ലാനാണോ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നത്. പെറുപെറുപ്പിനുള്ള റിവാർഡാണ് മന്ന, അല്ലേ? പെറുപെറുപ്പിനുള്ള റിവാർഡാണ് മന്ന എന്ന് പറയുന്നത്. ഈ മന്ന എല്ലാ കാലത്തും വിളിച്ചു പറയും, ഇസ്രായേൽ എന്റെ സന്നദ്ധിയിൽ പെറുപെറുത്തു എന്നുള്ളത്. അപ്പൊ ഈ 3 കൂട്ടം കാര്യങ്ങൾ പെട്ടകത്തിനകത്തിരിക്കുകയാണ്. ഈ 3 കൂട്ടം കാര്യങ്ങളും ഇസ്രായേലിന്റെ നേരെ വിരൽ ചൂണ്ടും. നിങ്ങളുടെ അനുസരണക്കേട്, നിങ്ങളുടെ പെറുപെറുപ്പ്, നിങ്ങളുടെ മത്സരം, അത് ശിക്ഷിക്കപ്പെടണം. അത് ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. കൃപാസനത്തിന് മുകളിൽ 2 കെരൂബുകൾ കുനിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കെരൂബുകൾ എന്തിനാ കാണിക്കുന്നത്? ദൈവസാന്നിധ്യത്തെ കാണിക്കുന്നത്. കെരൂബുകൾ എന്തായിരിക്കും പറയുന്നത്? നീതിപതിയായ ദൈവത്തിന്റെ സന്നിധിയിൽ ഇവർ ശിക്ഷാർഹരാണ്, ഇവർ ശിക്ഷാർഹരാണ്, നിശ്ചയമായി ഒരു മത്സരികളാണ്, ഇവർ അനുസരണം കെട്ടവരാണ്, ഇവർ പെറുപെറുപ്പുകാരാണ്, ഇവരെ ശിക്ഷിച്ചേ മതിയാകൂ. സ്വർഗദൂതന്മാർ അങ്ങനെ കുനിഞ്ഞു നോക്കുമ്പോഴും അവിടെ കൃപാസനം വെച്ച് മൂടിയിരിക്കുകയാണ്. കൃപാസനം വെച്ച് മൂടിയിരിക്കുകയാണ്. അവരുടെ കുറവുകളെ മറക്കുകയാണ്, അവിടെ അവരുടെ ബലഹീനതകളെ മറക്കുകയാണ്.
ന്യായമായി ശിക്ഷിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. അതല്ലേ സ്വർഗദൂതന്മാർ കുനിഞ്ഞു നോക്കിയല്ലേ. സൗരങ്ങൾ ഇപ്പൊ ഈ പറയുന്നതെല്ലാം പഴയ നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇത് ഒരു ആംഗിളിൽ നിന്നാണ് പറയുന്നത്. മറ്റൊരു ആംഗിളിൽ നിന്ന് പറയുമ്പോൾ വെളിപ്പാടുകൾ വേറെ രീതിയിലും വരും. ഇപ്പോ ഈ പറഞ്ഞ വെളിപ്പാടുകൾ ഗ്രഹിക്കുക. അവരുടെ മത്സര നിമിത്തം പിറുപിറുപ്പ് നിമിത്തം ഒക്കെ അവർ ശിക്ഷയ്ക്ക് പാത്രീഭൂതരാകേണ്ടവരാണ്. എന്നാൽ ദൈവത്തിന്റെ മഹാകരുണയാൽ മേഴ്സി സീറ്റ് വെച്ച് അടക്കുകയാണ്. അത് അവരുടെ നേരെ വാദിക്കുന്നുണ്ട്, വാസ്തവമാണ്. പക്ഷെ അവർ മുടിഞ്ഞു പോകാതെ വണ്ണം ദൈവത്തിന്റെ ദയ, അവന്റെ മനസ്സലിവ് മൂടി വെച്ചിരിക്കുകയാണ്. ആ കൃപാസനത്തെങ്കിലാണ് രക്തം തളിച്ച് ഇസ്രായേലിന്റെ വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിലെ ശുശ്രൂഷകൾ ചെയ്യുന്നത്. അതൊക്കെ പിന്നീട് നമുക്ക് മുൻപോട്ട് പറഞ്ഞു വരുമ്പോൾ അതിന്റെ വിശദീകരണത്തിലേക്ക് പോകാം. ഇപ്പൊ ഞാൻ പാളയത്തിൽ പൊഴിഞ്ഞ മന്ന കണ്ടുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. പാളയത്തിൽ മന്ന പൊഴിയുന്നു, അത് ഇസ്രായേൽ ജനത്തിന് ഒരിടങ്ങഴി ശേഖരിക്കാം. എന്നാൽ ഒരിടങ്ങഴി ഒരു പാത്രത്തിൽ ശേഖരിച്ച് തലമുറകൾ കാണേണ്ടതിന് പെട്ടകത്തിനകത്തേക്ക് കൊണ്ടുവരണം. അതാണ് അഹ്റോനോട് മോശ പറയുന്നത്. അപ്പോ രണ്ട് കാര്യം നമ്മുടെ കൺമുമ്പിലുണ്ട്: പാളയത്തിൽ പൊഴിഞ്ഞിരിക്കുന്ന മന്നായും പെട്ടകത്തിനകത്തിരിക്കുന്ന മന്നായും. മന്ന എന്നുള്ള വിഷയം നമ്മൾ പഠിക്കുമ്പോൾ അത് യേശു ക്രിസ്തുവിനെയാണ് കാണിക്കുന്നത്. എന്നാൽ നമ്മൾ പഠനത്തോടുള്ള ബന്ധത്തിൽ ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ടല്ലോ, ഈ പാളയത്തിൽ പൊഴിഞ്ഞു കിടക്കുന്ന മന്ന നമ്മെ കാണിക്കുന്നു. അതേസമയം പൊൻപാത്രത്തിൽ ശേഖരിച്ച് പെട്ടകത്തിൽ വെച്ചിരിക്കുന്ന മന്ന യേശു ക്രിസ്തുവിനെ കാണിക്കുന്നു. അതെന്താ അങ്ങനെ പറഞ്ഞത്? ആ മന്ന ഒരിക്കലും കൃമിച്ചു പോകുന്നില്ല, ദ്രവിച്ചു പോകുന്നില്ല. പാളയത്തിൽ വീഴുന്ന മന്ന നേരത്തോട് നേരം കഴിയുമ്പോൾ കൃമിച്ചു പോകുമെന്നേ. നമ്മുടെ കാര്യം അത്രയേ ഉള്ളൂ. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമത്രേ. നാം ചാഞ്ഞു പോകുന്ന നിഴലിന് തുല്യരായ മനുഷ്യരാണ്, അല്ലേ? നാം ചാഞ്ഞു പോകുന്ന നിഴലിന് സമമായ മനുഷ്യരാണ്. അത്രയേ ഉള്ളൂ. നേരത്തോട് നേരം കഴിഞ്ഞാൽ ക്രമിച്ചു പോകും. ഇപ്പൊ യോഗ്യന്മാരും യോഗ്യകളും ഒക്കെ ആയിട്ട് ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ നിന്ന് ഉശിര് പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ഇരിക്കും? ഉശിര് പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ഇരിക്കും? ഉശിര് പോയി കഴിഞ്ഞാൽ പിന്നെ വെറും ശവമായി തീർന്നു എന്ന് പറയാം. വേറെ നല്ല വാക്കുകളൊന്നും കിട്ടുന്നില്ല. അത്രയേ ഉള്ളൂ സഹോദരങ്ങളെ, അത്രയേ ഉള്ളൂ. എത്ര വലിയ ഐശ്വര്യ റോയി എന്ന് പറഞ്ഞാലും അത്രയൊക്കെ ഉള്ളൂ. പിന്നെ നേരത്തോട് നേരം കഴിയുമ്പോഴത്തേക്കും പുഴുഞ്ഞൊളയ്ക്കും. അത്രയേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ അങ്ങനെ ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ അത് നമ്മള് മറ്റേ പെട്ടിക്കകത്ത് കയറ്റി വെച്ചേക്കുന്നതുകൊണ്ടല്ലേ, മൊബൈൽ പെട്ടിക്കകത്ത് കയറ്റി വെച്ചോണ്ടല്ലേ അതൊന്നും ഞൊളച്ചു വരാത്തത്. ചുമ്മാ വെച്ച് നോക്കിയേ, ഒരു സമയം കഴിയുമ്പോഴത്തേക്കും ബാക്ടീരിയ എല്ലാം പ്രവർത്തിച്ചു തുടങ്ങും. ബാക്ടീരിയ ഇനി എവിടെന്നെങ്കിലും വരണമെന്ന് വെച്ചാൽ എവിടെ നിന്നും വരണ്ട, ഇതിനകത്ത് തന്നെയുണ്ട്. ബാക്ടീരിയകളുടെ സമയമായിട്ടില്ല, അവർക്കുള്ള ഓർഡർ കിട്ടിയിട്ടില്ല. അത് കിട്ടിക്കഴിഞ്ഞാൽ അവർ അവരുടെ വർക്ക് തുടങ്ങും. ഒരു സമയം കഴിയുമ്പോൾ അവർ വർക്ക് തുടങ്ങും. വർക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇതിനെ മണ്ണിലേക്ക് ലയിപ്പിച്ച് ചേർക്കുക എന്നുള്ളതാണ്. മണ്ണിലേക്ക് ലയിപ്പിച്ച് ചേർക്കുക. അതേസമയം നമ്മൾ ഈ ശരീരത്തിൽ ജീവനോട് ഇരിക്കുമ്പോഴോ പരിശുദ്ധാത്മാവിന്റെ പണി നമ്മിൽ നടക്കുകയാണല്ലോ. പരിശുദ്ധാത്മാവ് നമ്മെ കർത്താവിനോട് പറ്റിച്ചേരുമാറാക്കും. ഈ ഭൂമി ജീവിച്ചിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ കർത്താവിനോട് പറ്റിച്ചേരുമാറാക്കും. അതേസമയം ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ, പറഞ്ഞ പോലെ ഉശിര് പോയി കഴിഞ്ഞാൽ, പിന്നീട് ബാക്ടീരിയ ഒക്കെ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ നമ്മളെ മണ്ണിലേക്ക് പറ്റിച്ചേർക്കും. അത്രയേ ഉള്ളൂ. കാഹളം ധ്വനിക്കുമ്പോൾ മണ്ണിലേക്ക് ചേർന്ന മണ്ണായ മനുഷ്യൻ രൂപാന്തരം പ്രാപിച്ചു വരികയാണ്. രൂപാന്തര ശരീരത്തോടു കൂടി കാഹള ശബ്ദത്തിന്റെ മുമ്പാകെ അവനെ ഒരിക്കലും അവിടെ അടക്കി വെക്കാൻ കഴിയില്ല കേട്ടോ. അത് സ്വർഗം സീൽ ചെയ്താണെങ്കിൽ അതിനെ ഒരിക്കലും അവിടെ അടക്കി വെക്കാൻ കഴിയില്ല. കാഹളം ധ്വനിക്കുമ്പോൾ അത് കുതിച്ചു ചാടി വരും. മന്ന ഭക്ഷിച്ചതല്ലേ, മന്ന ഭക്ഷിച്ചതാണ്. അതിനെ അങ്ങനെ അടക്കി വെക്കാൻ കഴിയില്ല. മണ്ണിൽ ലയിച്ചു ചേർന്നെന്ന് പറഞ്ഞാലും കുതിച്ചു ചാടി വരും. രണ്ട് ചിന്തകളാ വെച്ചത്. ഒന്ന്, പാളയത്തിൽ പൊഴിഞ്ഞ മന്ന എന്ന് പറഞ്ഞാൽ നമ്മെ കാണിക്കുന്നു, ഒരു പഠനമാ പറഞ്ഞത്. പെട്ടകത്തിനകത്തിരിക്കുന്നത് ക്രിസ്തുവിനെ കാണിക്കുന്നു. അവന്റെ ശരീരം ദ്രവത്വം കണ്ടില്ലെന്നല്ലേ നമ്മൾ വായിക്കുന്നത്. അതങ്ങനെ ക്രമിച്ചു പോകുന്നതല്ല. നമ്മുടേത് ക്രമിച്ചു പോകും, അവിടത്തേത് ക്രമിച്ചു പോകില്ല. അത്ര ശ്രേഷ്ഠമേറിയ ഒരു പഠനമാണ് ഈ ഒരു വിഷയം നമ്മുടെ മുമ്പിൽ തുറന്നു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രേഷ്ഠമേറിയ ഒരു പഠനം. അപ്പൊ ഇതിന്റെ തുടർന്നുള്ള കാര്യങ്ങൾ മന്നായുമായി ബന്ധപ്പെട്ട് കുറച്ചധികം വിശദീകരണങ്ങളുണ്ട്. ഞാൻ ഉദ്ദേശിച്ചതുപോലെ അത് തീരില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കർത്താവ് വരാൻ താമസിച്ചാൽ ഇനി ഒരു സെഷനും കൂടെ മുന്നോട്ട് പോയെങ്കിലേ അത് പരിഹരിക്കാൻ കഴിയുള്ളൂ. ഇപ്പൊ എങ്ങും തൊടാതെ ഓടിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ
അതിന്റെ ആസ്വാദ്യത നഷ്ടപ്പെടും. അത് വേണ്ട. നല്ല ആസ്വാദ്യമായിട്ട് തന്നെ നമുക്ക് തേൻ കൂട്ടിയ ദോശ പോലെ തന്നെ അത് ഭക്ഷിക്കേണ്ടതുണ്ട്. അതിന് നമുക്ക് കുറച്ച് കാത്തിരിക്കാം. വരും ദിവസങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകുമ്പോൾ ആ കാര്യം കൂടുതൽ വെളിപ്പെടട്ടെ. അപ്പൊ ഇതൊരു സീരിയസ് ആയ വിഷയമാണ്. പുറപ്പാട് ദിവസം 16-ാം അധ്യായം, സംഖ്യാപുസ്തകം 11-ാം അധ്യായം, ഈ പറഞ്ഞ അധ്യായങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് ധ്യാനിച്ചുകൊണ്ട് വരിക അടുത്ത ദിവസം കൂടുമ്പോൾ. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ആഴത്തില് പറയുമ്പോൾ തന്നെ അത് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇതിനകത്തൊക്കെ കുറെ വെളിപ്പാടുകൾ നമുക്ക് പറയാനുണ്ട് മന്നായുമായി ബന്ധപ്പെട്ട്, വളരെ സീരിയസ് ആയിട്ട്. അതുപോലെ തന്നെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യോഹന്നാൻ 6-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരേണ്ടതുണ്ട്. മറ്റു ചില അധ്യായങ്ങളിലേക്കൊക്കെ വരേണ്ടതുണ്ട്. യോഹന്നാൻ 1-ാം അധ്യായത്തിലേക്ക് വരേണ്ടതുണ്ട്. അങ്ങനെ ഇത് പുതിയ നിയമമായിട്ട് കണക്ട് ചെയ്തൊക്കെ നമ്മൾ കുറച്ച് സീരിയസ് ആയിട്ട് തന്നെ ചിന്തിക്കേണ്ട മേഖലകൾ ഇനിയും ഉണ്ട് ഇതിനകത്ത്. അപ്പൊ ആ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമുക്ക് ആവലോടെ കാത്തിരിക്കാം. ഈ കേൾക്കപ്പെട്ട കാര്യങ്ങളൊന്നും ഉതിർന്നു പോകാതെ, ഇതിൽ ഒത്തിരി ചോദ്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചു. ആ ചോദിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒഴുകിപ്പോകാതെ വണ്ണം അതെല്ലാം സ്റ്റോർ ചെയ്യേണ്ടതുണ്ട്. അതെല്ലാം ഇരുമ്പെഴുത്താണി കൊണ്ട് എഴുതുന്നു എന്ന് പറഞ്ഞതുപോലെ എഴുതി ചേർക്കേണ്ടതുണ്ട്. ഗഹനമായൊരു വിഷയമാണത്. മന്ന എന്ന് പറയുന്നത് ഞാൻ ജനറൽ ആയിട്ട് പറഞ്ഞു, യേശുക്രിസ്തുവിനെ കാണിക്കുന്നു. അവിടെ ഇരിക്കുന്ന പൊൻപാത്രം അത് യേശുക്രിസ്തുവിനെ കാണിക്കുന്നു. പെട്ടകം യേശുക്രിസ്തുവിനെ കാണിക്കുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു വരുമ്പോൾ ക്രൈസ്റ്റ് സെന്റേഡ് ആയ കാര്യങ്ങളാണ് ഇതെല്ലാം. ക്രിസ്തു റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണിത്. അപ്പം അതിന്റെ ആഴങ്ങളിലേക്ക് നമുക്ക് വരും ദിവസങ്ങളിൽ പോകാം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.